ആ, എല്ലാവർക്കും നമസ്കാരം. ശ്രീരുദ്ര പഠനത്തിന്റെ ഭാഗമായി TVSRC ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ആമുഖ വെബിനാറിന്റെ രണ്ടാമത്തെ സെഷനാണ് ഇന്ന്. ഇതിലേക്ക് സുന്ദരേഷ് മാഷയെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സുന്ദരേഷ് മാഷ് ഈ വെബിനാർ എത്രത്തോളം ആസ്വദിച്ചാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. കഴിഞ്ഞ വെബിനാറിൽ ശ്രീരുദ്രത്തിന്റെ ഒരു വിവിധ ഭാവങ്ങള്, വിവിധ നാമങ്ങള് എന്തിനൊക്കെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് അതിന്റെ തുടർച്ചയുണ്ടാവുമെന്ന് മാഷ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മാഷെ തന്നെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ജടാകടാഹ സംഭ്രമഭ്രമൻ നിലിംപനുർദ്ധരീ വിലോല വീചിവല്ലരീ വിരാജമാനമൂർധനി ഭഗത് ഭഗത് ഭഗജ്വലലലാട പട്ടപാവകേ കിശോര ചന്ദ്രശേഖരേ രതി പ്രതിക്ഷണം മമ ഭസിത കവചിതാനാം ബദ്ധരുദ്രാക്ഷദാം മമാം അമൃത കിരണമൗലേ രംഘ്രിമൂലേ സ്ഥിതാനാം പ്രതിദിന ശതരുദ്ര പ്രശ്ന ശുദ്ധാശജാനാം അമരപതിനുതാനാം അസ്മി ദാസാനുദാസഃ. കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അതായത് ശ്രീരുദ്രമന്ത്രത്തിന്റെ മാഹാത്മ്യം കുറച്ചൊക്കെ ഒന്ന് തൊട്ടുപോയി. എന്താണ് അതിന്റെ ഒരു ഗരിമ, എന്താണ് അതിനെ വേറിട്ട് നിർത്തുന്നത്, എന്താണ് അതിന്റെ തനിമ, ചെറുതായിട്ടൊന്ന് കാണിച്ചിരുന്നു. ഒന്നുകൂടി അത് കാണിക്കുക എന്നുള്ളത് ഇന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് കൂടാതെ ശ്രീരുദ്ര മന്ത്രത്തെ ആരാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എന്താണ് അതിന്റെ പ്രയോജനം, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇന്ന് ഒന്ന് പറയണം എന്നാണ് വിചാരിക്കുന്നത്. സമയം എങ്ങനെയാണോ നമ്മൾ അനുവദിക്കുന്നത്, അതുപോലെ ഭഗവാൻ പരമേശ്വരൻ എങ്ങനെയാണോ കരുതുന്നത് അതുപോലെ ഉണ്ടാവും. ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ച ശ്രീരുദ്ര മന്ത്രത്തിന്റെ ആ ശതരുദ്രീയ അധ്യായത്തിന്റെ ഒരു ഘടനയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അതിന്റെ മാഹാത്മ്യം ഒന്ന് പറഞ്ഞു നിർത്തുക. പിന്നെ പറഞ്ഞ പോലെ എങ്ങനെ ചൊല്ലണം, എന്തിന് ചൊല്ലണം എന്നുള്ളതാണ്. അപ്പൊ അതില് ശ്രീരുദ്രമന്ത്രത്തിന്റെ ഒരു ഘടനയെക്കുറിച്ച് ചെറുതായിട്ട്, ആ അധ്യായത്തിന്റെ ഘടനയെക്കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞു വെച്ചിരുന്നു. ഒന്നുകൂടി അത് നോക്കാം. ഇപ്പോൾ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വരും. അതില് ശതരുദ്രീയ മന്ത്രം, അതിന്റെ അർത്ഥം അറിയാൻ ഒന്ന് പറഞ്ഞിരുന്നു. കുറെ പുസ്തകങ്ങളുണ്ട്, ഭാഷകളുണ്ട്, മലയാളത്തിലുണ്ട്. മലയാളത്തില് പ്രകാശാനന്ദ സ്വാമികളുടെ പുസ്തകം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ രാജലക്ഷ്മി വ്യാഖ്യാനം. എൻ്റെ രാജലക്ഷ്മി വ്യാഖ്യാനത്തിന്റെ ഒരു സവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മന്ത്രത്തിനും ഋഷി, ഛന്ദസ്, ദേവത അത് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകതയുണ്ട്. അതായത് മന്ത്രം എന്ന് പറയുമ്പോൾ രണ്ട് തരമാണ്. ഒന്ന് വൈദികമല്ലാത്ത മന്ത്രങ്ങളുണ്ട്. ദ്വാദശാക്ഷരം, അഷ്ടാക്ഷരം, പഞ്ചാക്ഷരം, ഷോഡശാക്ഷരം, സുദർശനം, അങ്ങനെ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ഈ മന്ത്രങ്ങൾ ഒരു വഹ,
വൈദിക മന്ത്രങ്ങൾ വേറൊരു വാഹം. അവൈദികമായിട്ടുള്ള മന്ത്രങ്ങൾക്ക് ഋഷി ഛന്ദസ്, ന്യാസം, പുരസ്ചരണം, ജപം, ഉരുക്കഴിച്ച് മന്ത്രത്തെ സ്വായത്തമാക്കുക, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വൈദിക മന്ത്രങ്ങൾക്കും അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അധികം കേട്ടിട്ടില്ല. വൈദിക മന്ത്രങ്ങൾ ഓരോ മന്ത്രം ചൊല്ലാനും അതിൻ്റെ ഋഷിച്ഛന്തോ ദേവതകൾ അറിഞ്ഞു വേണം ചൊല്ലാൻ, അല്ലെങ്കിൽ അനർത്ഥമുണ്ടാവും എന്ന് വളരെ കർശനമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെ എന്തിനാ അത്ര കർശനമായി പറയുന്നതെന്ന് വെച്ചാൽ അതിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. യോഹവൈ അഭിജിത ആരുഷേയ ഛന്ദോ ദൈവതേന ബ്രാഹ്മണേന മന്ത്രേണ യജതി വാ അധ്യാപയതി വാ. ഋഷി, ഛന്ദസ്, ദേവത, ഇത് മൂന്നും അറിയാതെ മന്ത്രത്തെ ചൊല്ലുകയോ മന്ത്രത്തെ കൊണ്ട് ദേവനെ പൂജിക്കുകയോ, യജിക്കുക എന്ന് വെച്ചാൽ അതാർത്ഥം, പൂജ എന്നർത്ഥം, യജിക്കലുമാവാം. അധ്യാപയതി വാ, പഠിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അനർത്ഥാണ്. സ്ഥാണുർവ ഗർത്തം വാ പദ്യേത പ്രവാമീയേത പാപീയാൻ ഭവതി. പാപം വരും, ഗർത്തത്തിൽ വീഴാൻ സാധ്യതയുണ്ട്, സ്ഥാണുവിൽ ഇടിച്ചു വീഴാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ പരമ്പരയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ നടപ്പിലും കുറെയൊക്കെ ഉണ്ട്. ഞാൻ അറിയുന്നത് ഇന്നും ഋഗ്വേദികള് അവരുടെ സ്മാർത്ഥക്രിയകളില്, ഗൃഹ്യകർമ്മങ്ങളില് മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഋച്ഛന്തോ ദേവതകളെല്ലാം സ്മരിച്ചിട്ടേ മന്ത്രം ചൊല്ലാറുള്ളൂ എന്നാണ്. കേരളത്തിലെ നടപ്പ് എനിക്ക് തീർച്ചയില്ല, എങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പരദേശത്തൊക്കെ ഋഗ്വേദികൾ ചെയ്യാറുണ്ട്. സ്മാർത്ഥക്രിയകളിൽ പോലും ഋഷി, ഛന്ദസ്, ദേവത എന്ന് ഇവരെ സ്മരിച്ചിട്ടേ മന്ത്രത്തെ ചൊല്ലുള്ളൂ. യജുർവേദികളിൽ അത്ര ഒരു കർശനമായിട്ട് അത് പാലിച്ചു കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു നിയമമുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇതുപോലുള്ള മന്ത്രങ്ങൾക്ക്, ഏതുപോലെ ശതരുദ്രിയം പോലെ നല്ല ഊർജമുള്ള, കഴിഞ്ഞ ദിവസം ഞാൻ ഉപയോഗിച്ച വാക്ക് സ്ഫോടനാത്മകമായിട്ടുള്ള ഊർജം ഉൾക്കൊള്ളുന്നത് എന്നാണ്. അത്രയും ശക്തിമത്തായ വീര്യമുള്ള മന്ത്രങ്ങൾക്ക് ഋഷിച്ഛന്തോ ദേവതകൾ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ഓരോ മന്ത്രത്തിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ അനുവാകത്തിന് 15 മന്ത്രങ്ങൾക്കും ഓരോ മന്ത്രത്തിനും ഋഷി, ഛന്ദസ്, ദേവത, ധ്യാനം ഒക്കെ എൻ്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ വ്യാഖ്യാനം എന്ന് പറയാൻ, അത് എൻ്റെ വ്യാഖ്യാനം കേമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല വരുന്നത്. ഈ വ്യാഖ്യാനത്തിന് പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മ അദ്ദേഹം ഒരു ആസ്വാദനം എഴുതി തരികയുണ്ടായി. അപ്പൊ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ആസ്വാദനത്തിൽ നിന്ന് ഞാൻ വായിക്കാം. ഞാനൊരു വിഷയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മെനക്കെടുന്നത്. ഉഗ്രമെന്നും ശാന്തമെന്നും ഭഗവാന്റെ രൂപത്തെ സന്ദർഭാനുസാരം നാം കാണുന്നു. രുദ്രശബ്ദത്തിന് 10ഓളം വ്യുത്പത്തികൾ ഭട്ടഭാസ്കര ഭാഷ്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അനുവാകം തോറുമുള്ള ധ്യാനശ്ലോകം അത്യന്തം ഹൃദ്യമെന്നേ പറയേണ്ടു. കിരാതമൂർത്തിയായും അർദ്ധനാരീശ്വരനായും മറ്റും ഉപാസകരുടെ മാനസം കവരുന്ന അരൂപന്റെ രൂപസൗഭാഗ്യം ധ്യാനശ്ലോകങ്ങളിലൂടെ നമുക്ക് ദർശിക്കാം. അതായത് വളരെ മനോഹരായിട്ടുള്ള ദേവതാരൂപങ്ങൾ ധ്യാനശ്ലോകങ്ങളിൽ നമുക്ക് കിട്ടുന്നു. ഋഷി, ഛന്ദസ്, ദേവത എന്ന് പറയുമ്പോൾ ദേവത എന്ന് പറഞ്ഞാൽ ദേവതയുടെ സ്വരൂപം മനസ്സിലാക്കണം. അപ്പൊ ഓരോ മന്ത്രത്തിനും വ്യത്യസ്തമായിട്ടുള്ള സ്വരൂപങ്ങളുണ്ട്. ആ സ്വരൂപങ്ങളെല്ലാം എവിടെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഈ ധ്യാനശ്ലോകത്തില് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്തിനാ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി ശ്രീരുദ്ര മന്ത്രത്തിന്റെ ഘടനയെ പറഞ്ഞിട്ട് ഒരു മന്ത്രം ഞാനൊരു ഉദാഹരണമായിട്ട് എടുത്തിട്ട് ആ മന്ത്രത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് വ്യാഖ്യാനിച്ചു പറഞ്ഞു പോവാമെന്ന് വിചാരിക്കാം. ഒന്നാമത്തെ അനുഭാഗത്തിലെ 6ാമത്തെ മന്ത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അധ്യബോച ദധിഭക്ത എന്ന മന്ത്രം. അത് ഞാൻ സ്വരിച്ചൊന്നും ചൊല്ലില്ല. മന്ത്രത്തിന്റെ ടെക്സ്റ്റ് ഇതാണ്: അധ്യബോച ദധിഭക്ത പ്രഥമോ ദൈവ്യോ ഭിഷക് അഹീംശ്ച സർവാൻ ജംഭയൻ സർവാശ്ച യാതുധാന്യ എന്നുള്ള മന്ത്രത്തിന്
ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഋഷി ഛന്ദസ് ദേവതയൊക്കെ പറഞ്ഞ് ഞാൻ അർത്ഥം ചെറുതായിട്ടൊന്ന് വിവരിക്കാം. അധ്യബോചത് ഇത്യസ്യാഹ ഋചഃ കണ്വഃ ഋഷി. മന്ത്രദർശനം ചെയ്ത ഋഷി കണ്വനാണ്. അനുഷ്ടുപ്പ് അഥവാ നിചൃത്ത് ഛന്ദഃ. അനുഷ്ടുപ്പ് ഛന്ദസ് എന്ന് ചിലർക്ക് നിചൃത്താണെന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ശംഭുർ ദേവത. ശംഭുവാണ് ഈ മന്ത്രത്തിന്റെ ദേവത. ശംഭുവിന്റെ ധ്യാനശ്ലോകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചന്ദ്രാർദ്ധമൗലിം കാലാരിം വ്യാലയജ്ഞോപവീതിനം ജ്വല പാവകസങ്കാശം ധ്യായേത് ദേവം ത്രിലോചനം. മനോഹരായിട്ടുള്ള പദ്യമാണ്. ചന്ദ്രാർദ്ധമൗലിം, അമ്പിളിക്കല ചൂടിയവൻ, കാലാരിം, കാലകാലനാണ്, വ്യാള യജ്ഞോപവീതിനം, നാഗത്തെ പാമ്പിനെ ഉപവീതമായി ധരിച്ചവനാണ്, ജ്വല പാവകസങ്കാശം, കത്തിക്കാളുന്ന തീ പോലെ ഇരിക്കുന്നവനാണ്, അമിത പ്രഭയാർന്നവനാണ്. അങ്ങനെയുള്ള ത്രിലോചനം, മുക്കണ്ണനായ ശംഭുവിനെ ധ്യാനിക്കണം. വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പദ്യങ്ങൾ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതും കാണിക്കാം. ഇവിടെ സന്ദർഭവശാൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ശ്രീരുദ്രത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതൊക്കെ കേൾക്കാം, നമുക്ക് കാണാം എന്നൊക്കെ ഒരു പരാമർശം നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ യൂട്യൂബിൽ കയറി ഒന്ന് നോക്കി. ശ്രീരുദ്രത്തെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞത് ഒരുപാടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതുവരെ ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ യൂട്യൂബിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു ഇതില് യൂട്യൂബർ, ഒരു വ്യക്തി, വളരെ പ്രസിദ്ധിയുള്ള വ്യക്തിയാണ്, മന്ത്രമൊക്കെ സ്വരിച്ചു ചൊല്ലിക്കൊടുക്കുന്നു. അതിലൊക്കെ തെറ്റുണ്ടോ പോട്ടെ. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ചെറിയ കാര്യമാണ്. എങ്ങനെ ഈ പ്രസിദ്ധിയും ഒരുപാട് മാതൃകയാണെന്ന് സമൂഹം വിശ്വസിക്കുന്നവരുമായിട്ടുള്ള വ്യക്തികൾ തെറ്റിച്ചാൽ എത്രത്തോളം അത് അപകടം വരുത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എന്താണ് ശ്രീരുദ്രത്തിന്റെ ഒരു ധ്യാന ശ്ലോകമുണ്ട് മഹാന്യാസത്തിന്റെ ഭാഗമായിട്ട്. അതില് എന്താണ് ശുദ്ധസ്ഫടിക സങ്കാശം ത്രിനേത്രം പഞ്ചവക്ത്രം ഗംഗാധരം ഋഷഭജം സർവാഭരണഭൂഷിതം നീലഗ്രീവം ശശാങ്കാങ്കം നാഗയജ്ഞോപവീതനം വ്യാഘ്രതൃമോത്തരീയം ച വരേണ്യം അഭയപ്രദം കമണ്ഡല വക്ഷസൂത്രേ ചദാനം ശൂനപാണിനം ജ്വലന്തം. ഇവിടെ ജ്വലത്പാവക സങ്കാശം വന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജ്വലന്തം പിംഗളജടം ശിഖാമധ്യോദധാരിണം. ഇത് ശ്രീരുദ്രമന്ത്രത്തിന് അല്ലെങ്കിൽ ശതരുദ്രീയ മന്ത്രത്തിന് മൊത്തമുള്ള ഒരു ധ്യാന ശ്ലോകമാണ്. മഹാന്യാസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അഥ ആത്മാനം ശിവാത്മാനം ശ്രീരുദ്രരൂപം ധ്യായേത്. ധ്യാന ശ്ലോകത്തിന് ഒരു ആമുഖം പറഞ്ഞിട്ട് ഈ വരിയുടെ അർത്ഥം മാത്രം ഞാൻ പറയാം. എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ അത് തെറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ട് എങ്ങനെയാ വളരെ ഭംഗിയായിട്ട് തെറ്റിച്ചിരിക്കുന്നത്, നമ്മൾ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എന്താണ് ജ്വലന്തം? ജ്വലിക്കുന്നവനാണ്. ജ്വല പാവക സങ്കാശനാണ്. കത്തിക്കാളുന്ന തീ പോലെ അമിത പ്രഭയാർന്നവനാണ്. കണ്ണ് തുറന്നു നോക്കാൻ പറ്റില്ല, അത്രയും പ്രഭയുണ്ട്. പിങ്കള ജടം, ചെമ്പിച്ച ജടയുള്ളവനാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആ അദ്ഭുതമായിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹം വർണ്ണിക്കുകയാണ്. എങ്ങനെയാ? ശിഖാമധ്യോദധാരിണം. ശിഖാമധ്യത്തില്, കുടുമയുടെ നടുക്ക്, ജട കൊണ്ടുള്ള ആ കുടുമയുടെ നടുക്ക്, ശിഖാഭാരത്തില് എന്തുണ്ട്? അതിന്റെ നടുക്ക് ഉദധാരിണം. ജലമുണ്ട്. ജലം എന്ന് വെച്ചാൽ അത് ഇതാണ്, ഇൻസെസന്റ് ആയിട്ടുള്ള ഫൗണ്ടെയിനാണ്, ഒരു ജലപ്രവാഹമാണ്. ഗംഗയെ കുറിച്ച് പറയാണ്, ഗംഗയെ കുറിച്ച് പറയാണ്. ശിവന്റെ ജടാജൂട്ടത്തില് ഗംഗാജലമുണ്ട്. അപ്പൊ ശിഖാമധ്യത്തില് ഉദത്തെ, ഉദകം എന്നൊക്കെ പറഞ്ഞാൽ ജലം തന്നെയാണ്, ഗംഗാ തീർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ധാരിണം. ഇതിനെ ആ വ്യക്തി, ഞാൻ വ്യക്തിയെ ദോഷണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, അത് നമുക്ക് ആവശ്യമില്ല. പക്ഷെ നിലപാടുകള്, അതുപോലെ നമ്മൾ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ആളുകൾ 20,000 പേരോ മറ്റോ കണ്ടിട്ടുണ്ട്, വ്യൂവർഷിപ്പ് ഉണ്ട് ആ വ്യക്തിക്ക്. അപ്പൊ അവര് പറയാണ്
ഇവിടെ ഒരു സമസ്ത പദമാണ്. ഞാൻ സൗകര്യത്തിന് നിങ്ങൾക്ക് വേണ്ടി പിരിച്ചു പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ശിഖാം ഉദ്യോതധാരിണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താവും ആലോചിച്ച് നോക്കൂ. നമ്മളുടെ പൂർവികര് മന്ത്രം ശരിക്കും ചൊല്ലണമെന്ന് മാത്രമല്ല, മന്ത്രത്തിന്റെ ഋഷിച്ഛന്തോ ദേവതകൾ അറിയാതെ ചൊല്ലരുത്, അപകടം വരും എന്നൊക്കെ പറഞ്ഞ് വളരെ കർശനമായി പറഞ്ഞു വെച്ച ഒരു കാര്യത്തെ വളരെ സുഖമായിട്ട് തെറ്റിച്ച് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുക. അതോ എന്നെ പോലെയുള്ള ആളല്ല, ഒരുപാട് വ്യൂവർഷിപ്പുള്ള, ഒരുപാട് ആചാര്യയാണ്, ഒരു മാതൃകാസ്ഥാനത്തിരിക്കുന്നവരാണ് എന്ന് ജനം വിശ്വസിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പറയുമ്പോൾ പ്രശ്നമാണ്. അപ്പൊ അതിരിക്കട്ടെ, ഇടയിൽ കൂടി വന്ന വിഷയമാണ്. അപ്പൊ ഇതാണ് ധ്യാനശ്ലോകം. മന്ത്രം എന്താ പറയുന്നത്? അധ്യവോചത് അഭിവക്ത പ്രഥമോ ദൈവ്യോ ഭിഷക്. ശ്രീ രുദ്രഭഗവാനെ കുറിച്ച് പറയാണ്. പ്രഥമോ ദൈവ്യോ ഭിഷക്, ഒന്നാമത്തെ ദൈവ്യനായിരിക്കുന്ന ഭിഷക്കാണ് അങ്ങ്. ഭിഷക് എന്ന് വെച്ചാൽ വൈദ്യൻ. വൈദ്യൻ രോഗം ചികിത്സിക്കും. ഏത് തരത്തിലുള്ള രോഗം എന്ന് ചോദിച്ചാൽ ശരീരത്തിന് രോഗം ഉണ്ടാവാം, മനസ്സിന് രോഗം ഉണ്ടാവാം, ചുറ്റുപാടുകൾ രോഗകാരണമാവാം. ആത്മീയതയ്ക്ക് മനസ്സിനും ശരീരത്തിനും ഒന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ എന്തോ ഒരു അന്തസംഘർഷം, എന്തോ ഒരു ഭയം, എന്തോ ഒരു സാധനം, എന്തോ ഒന്നും നേടിയിട്ടില്ല, എന്തോ ഒന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തോന്നല് അതുണ്ടാവാം. ഇതെല്ലാം രോഗമാണ്. ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കുന്ന ദൈവ്യനായിട്ടുള്ള ഭിഷക്കാണ്. ഡിവൈൻ ഡോക്ടർ, ദ ഫസ്റ്റ് ഡിവൈൻ ഡോക്ടർ എന്നൊക്കെ പറയാം. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? അധിവക്ത, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. വേണ്ടത് മാത്രം വേണ്ടതുപോലെ പറയുക, വേണ്ട സമയത്ത് വേണ്ടത് പറയുകയും ചെയ്യുക. അധിവചനം എന്നതിന് എന്താണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്? പ്രകാശമാനന്മാരായിരിക്കുന്ന ദേവന്മാരിൽ മുമ്പനും ഭവരോഗത്തിന്റെ ഭിഷക്കുമായ, ഭവരോഗത്തിനാണ്, സംസാര രോഗത്തിന് ഭഗവാൻ രുദ്രഭഗവാൻ പ്രത്യക്ഷേണ നമ്മളെ ഹിംസിക്കുന്ന സർപ്പവ്യാഘ്രാദികളെയും അങ്ങനെ പോകുന്നു. അപ്പൊ എന്തിനാ ഞാൻ പറഞ്ഞത് അധിവചനം എന്നുള്ള വാക്കിന്? അധിവചനം വേദമാണെന്ന് അഭിപ്രായമുണ്ട്. നന്നായിട്ട് വാക്ക് പറയുക, വേണ്ട സമയത്ത് പറയുക, വേണ്ട പോലെ പറയുക, വേണ്ടത് പറയുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ശുദ്ധമായ വാക്ക് എന്ന് പറയുന്നത് വേദമാണ്. അങ്ങനെയുള്ള അധിവചനം, അധിവക്താവാണ്. ഭഗവാൻ ശ്രീപരമേശ്വരന്റെ മുഖത്ത് നിന്നാണ് വേദം വന്നത്. ശ്രീപരമേശ്വരൻ എന്ന് പറയുമ്പോൾ പരമേശ്വരൻ എന്നുള്ള വേദം ഒരു ഭാവം വേണ്ട, രൂപം മാറ്റിയിട്ട് പരബ്രഹ്മം അല്ലെങ്കിൽ എസ് നിശ്വസിതം വേദാഹ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ പരമ്പൊരുൾ, ആ പരമ്പൊരുളിന്റെ വാക്കാണ് വേദം. അപ്പൊ അധിവചനം ചെയ്യുന്ന അങ്ങ് അധ്യവോചത്, ദേവലോകത്ത് അതുപോലെ മറ്റ് ഞങ്ങളുടെ കണ്ണില് കാണാൻ കഴിയാത്തതായിട്ടുള്ള ദേവതകളോട് അടിയനെ കുറിച്ച് നല്ലത് പറയണേ എന്നാണ്. അഹീംശ്ച സർവാൻ ജംഭയൻ സർവാശ്ച യാതുധാന്യ, എല്ലാ അഹികളെയും യാതുധാനന്മാരെയും എന്ത് ചെയ്യണം? നശിപ്പിക്കണം എന്നാണ്. ഹിംസിക്കുന്ന, പ്രത്യക്ഷേണ നമ്മെ ഹിംസിക്കുന്ന സർപ്പവ്യാഘ്രാദികളെയും, അഹി എന്ന് വെച്ചാൽ പാമ്പ് എന്നർത്ഥം. ഇവിടെ പാമ്പ് മാത്രമല്ല, പ്രത്യക്ഷേണ നമ്മളെ ഹിംസിക്കുന്ന വിഷാജന്തുക്കളെല്ലാം, പരോക്ഷേണ ആക്രമിക്കുന്ന മായാവികളെയും, അസുരന്മാരെ, രാക്ഷസന്മാരെ തുടങ്ങിയിട്ടുള്ള ക്ഷുദ്രജീവികൾ എല്ലാവരെയും നശിപ്പിക്കുമാറാകണേ എന്നാണ്. അപ്പൊ ഇവിടെ ഈ ഭിഷക്ക് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഭവരോഗത്തിന്റെ ശമിപ്പിക്കുന്നവനാണ്. ഭവരോഗം എന്ന് പറയുമ്പോൾ സംസാര രോഗം. സംസാര രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ലോകമാണ്, അതൊരു രോഗമാണ്. നമ്മൾ സ്വപ്നത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്വപ്നത്തിൽ നിന്ന് ഉണരില്ല എന്ന് സാക്ഷ്യം പിടിക്കുകയാണ്, അതൊരു രോഗമാണ്. ഇതിൽ നിന്നും നമ്മളെ ചികിത്സിക്കുന്ന ആളാണ്. ഈ നമുക്ക് രോഗം മുമ്പ് പറഞ്ഞ പോലെ ദൈവമായിട്ട്, അധിഭൂതമായിട്ട്, അധ്യാത്മമായിട്ടൊക്കെ വരാം. കൂടുതൽ പറഞ്ഞാൽ സമയം ഇല്ല, അതുകൊണ്ട് ഞാൻ അധികം നിൽക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്ന ഒന്നാമത്തെ ഡോക്ടറാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ ഉപാസിക്കുകയാണെങ്കിൽ, ആശ്രയിക്കുകയാണെങ്കിൽ, അനന്യഗതികനാണ്, എനിക്ക് വേറെ ഗതിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്രയിച്ചാൽ അദ്ദേഹം
ഈ രോഗത്തിൽ നിന്നുള്ള പലവിധ രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ആദ്യത്തെ അനുഭാഗത്തില് ഇങ്ങനെയുള്ള ഒരുപാട് മന്ത്രങ്ങളുണ്ട്. എല്ലാം പറഞ്ഞാൽ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചില പോയിന്റ്സ്, ചില കാര്യങ്ങൾ ഊന്നൽ കൊടുത്ത് പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് കടക്കുന്നില്ല. മന്ത്രങ്ങൾക്കെല്ലാം രസികൻ ധ്യാന ശ്ലോകങ്ങൾ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു ധ്യാന ശ്ലോകം മാത്രം അർത്ഥം പറയാതെ വായിച്ചു പോയിട്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അതായത് മൂന്നാമത്തെ അനുഭാഗത്തിന് നമസ്സഹമാനായ നിവ്യാധിന ആവ്യാധിനീനാം പതയേ നമ എന്ന് തുടങ്ങുന്ന അനുഭാഗത്തിന്, ഈ അനുഭാഗത്തിലൊക്കെ രണ്ട് തലയ്ക്കും നമശബ്ദമുള്ള വാക്യങ്ങളാണ്. നമസ്സഹമാനായ നിവ്യാധിനേ ആവ്യാധിനീനാം പതയേ നമ. ഉഭയത്തോ നമസ്കാരങ്ങളാണ്, അങ്ങനെയാ പറയാം. രണ്ടു തലയ്ക്കും നമശബ്ദമുള്ളത്. ആ അനുഭാഗത്തിന്റെ ധ്യാനശ്ലോകം വെറുതെ വായിക്കാം. കിരാതമൂർത്തിയാണ്, അതിമനോഹരായിട്ടുള്ള ധ്യാനമാണ്, രൂപമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഞാൻ വിസ്തരിക്കില്ല, കാരണം സമയമില്ല. വെറുതെ വായിക്കാം. രൂപയൗവന സമ്പന്ന മൂർത്തൈവ വനദേവത പുഷ്പിതാശോക പുന്നാഗ സഹകാര ശിശൂപമഃ പഞ്ചവിംശതി നക്ഷത്രോ മായൂരകൃതശേഖരഃ അകലങ്ക ശരചന്ദ്ര പൂർണബിംബസമാനനഃ പ്രാന്തേ ബദ്ധകപർദാന്തഃ വസാനശ്ചർമ്മകോമളം സവ്യാപസവ്യവിധൃതകൃതമാലാ വിഭൂഷിതഃ ധാരാകദംബപുഞ്ജേന നാഭിദേശ പ്രലംബിനാ ആജംഘപ്രേക്ഷണീയേന പ്രേക്ഷണീയോപി ശത്രുഭിഃ. ഭാര്യാസ്യ, ഈ കിരാതൻ ഭാര്യയോട് കൂടിയിട്ടാണ്. കൂടെ ഭാര്യ ഉണ്ട്, വേടത്തിയുണ്ട്. ഭാര്യാസ്യ ചാരു സർവാംഗീ വന്യാലങ്കാരഭൂഷിത ആദർശമൂർത്തിശോഭാനാം വന്യാനാമിവ നിർമ്മല തസ്യാഹസ്തേ ധനുർദത്വാ ശരമേകം ച നിർമ്മലം ദ്വിതീയം അംസമാലംബ്യജുഷ്ടം വാമേന ബാഹുനാ സുഗന്ധി പുഷ്പസ്തബകമാഘ്രായ പാണിനാ വീജ്യമാനോ മന്ദമന്ദം നവപല്ലവശാഖയാ സമാവൃതോ ബാലകൈശ്ച അഭിശ്ചാപി മനോഹരൈഃ ഗച്ഛദ്ഭിരഗ്രതോ ദൃപ്തൈഃ ധ്യാതവ്യഃ ജഗതാം ഗുരുഃ ഏവം ഭൂതോ മഹാതേജഃ കിരാതവപുഃ ഈശ്വരഃ. കിരാതനും കിരാതിയും കൂടിയിട്ട് വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള നായ്ക്കളൊക്കെ കൂടെയുണ്ട്. ദർപ്പമുള്ള നായ്ക്കളാണത്രേ. ഗച്ഛദ്ഭിർ അഗ്രതോ ദൃപ്തൈ. ശരി, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കൂടുതൽ പറഞ്ഞാൽ എനിക്ക് അതിൽ ഞാൻ മുഴുകിപ്പോവും. അതുകൊണ്ട് അത് ഞാൻ വിടാണ്. ഇങ്ങനെ ഉഭയതോ നമസ്കാരങ്ങളായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. അതല്ലാതെ മുമ്പ് പറഞ്ഞ പോലെ നമോ ഭവായച അങ്ങനെയുള്ള മന്ത്രങ്ങളുണ്ട്. 10ാമത്തെ അനുഭാഗത്തിൽ അഭയം ചോദിക്കുന്ന വളരെ രസികൻ മന്ത്രങ്ങൾ ധാരാളമുണ്ട്. അത് ഞാൻ ഇപ്പോൾ അതൊന്നും പറയുന്നില്ല. പിന്നീട് അവസരം വരുമ്പോൾ ചിലപ്പോൾ ചിലത് ചൂണ്ടിക്കാണിക്കാം. 11ാമത്തെ അനുഭാഗത്തില് അഭയം ചോദിക്കൽ തന്നെയാണ്. നമസ്കാരമുണ്ട്, അഭയം ചോദിക്കലുണ്ട്. അത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് രുദ്രന്മാരുണ്ട് അത്ര, ഭൂമിയിലും ആകാശത്തും പാതാളത്തിലും എല്ലായിടത്തും. ആ രുദ്രന്മാരെയെല്ലാം അവരുടെ കയ്യിലുള്ള പലതരത്തിൽ ആയുധങ്ങളെല്ലാം വളരെ 1000 യോജനങ്ങൾക്ക് അപ്പുറത്ത് വെച്ചിട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കാം ഓരോ മന്ത്രത്തിലും. തേഷാം സഹസ്രയോജനെ അവധന്വാനി തന്മസി. ധന്വാനി സഹസ്രയോജനെ അവതന്മസി. ആയുധങ്ങളെല്ലാം 1000 യോജനയ്ക്കപ്പുറം വെച്ചിട്ട് ഒരു സമാധാനത്തോടുകൂടി ശാന്തമായ രൂപത്തോടുകൂടി ഞങ്ങളെ അണയണേ എന്ന് പ്രാർത്ഥിക്കലാണ്. ഞാൻ അത് കൂടുതൽ പോകുന്നില്ല. അടുത്ത ഒരു ഇതിലേക്ക് ഇതിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് കുറച്ച് കാണിച്ചിട്ട് എന്താണ് രുദ്രമന്ത്രത്തിന്റെ മാഹാത്മ്യം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പക്ഷെ അതില് കുറച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, എങ്ങനെയൊക്കെ പറയുന്നു ഒന്ന്
ഒന്ന് രണ്ട് പരാമർശങ്ങൾ കാണിക്കാം. നമ്മള് പാപം എന്നൊരു സങ്കല്പമുണ്ട്, പുണ്യം എന്നൊരു സങ്കല്പമുണ്ട്. തെറ്റ് ചെയ്താൽ പാപമാണ്. തെറ്റാരോട്? നമ്മളോട് തന്നെ, പ്രപഞ്ചത്തോട്, പ്രകൃതിയോട്, സഹജീവികളോട്, സഹഭൂതങ്ങളോട്. പിന്നെ പ്രപഞ്ചത്തിലുള്ള ഒരു സമാധാനം, ഒരു ശാന്തത, ഒരു ലയം, ഒരു ക്രമം, ഒരു താളമുണ്ട്. അതിനെ ഭഞ്ജിക്കുന്ന തരത്തിൽ നമ്മൾ ജീവിച്ചാൽ അതെല്ലാം തെറ്റാണ്, അതെല്ലാം പാപമാണ്. പാപം എന്നുള്ള സങ്കല്പം നമുക്കുണ്ട്. ഈ പാപം ചെയ്താൽ പിന്നീട് അത് തിരിച്ചറിഞ്ഞ് പാപം ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യാം. അപ്പൊ പാപത്തിന് പരിഹാരം കിട്ടും. പ്രായശ്ചിത്തങ്ങളുണ്ട്. പക്ഷേ പ്രായശ്ചിത്തങ്ങൾ ഇല്ലാത്ത ചില പാപങ്ങളുണ്ട്, അല്ലെങ്കിൽ കട്ടി കൂടിയ പാപങ്ങളുണ്ട്, കൊടിയ പാപങ്ങൾ, പഞ്ചമഹാപാപങ്ങൾ എന്ന് പറയും. ബ്രഹ്മഹത്യ, സ്വർണസ്തേയം, ഗുരുതൽപഗമനം എന്നൊക്കെ തുടങ്ങിയിട്ട് 5 പറയും. ഇതിനൊന്നും പരിഹാരമില്ല, അത് കടുത്ത പാപമാണ്. മദ്യപാനം, ഇതെല്ലാം പഞ്ചമഹാപാപങ്ങൾ എന്ന് പ്രസിദ്ധിയുണ്ട്. അതുപോലെ വളരെ കടുത്ത പാപങ്ങളുണ്ട്. വിശ്വാസവഞ്ചന കടുത്ത പാപങ്ങളാണ്. ഇതെല്ലാം പോലും ഒരു തവണ ശതരുദ്രീയ മന്ത്രം ചൊല്ലിയാൽ, സ്മരിച്ചാൽ, ചൊല്ലണമെന്ന് വിചാരിച്ചാൽ പൊയ്പോകുമെന്ന് പലതവണ ആവർത്തിച്ച് പറയുന്നു സ്മൃതികള്, പുരാണങ്ങള്. അപ്പൊ ചിലത് മാത്രം ഞാൻ ഇങ്ങനെ പരാമർശിച്ച് പോവാം. മദ്യം പീത്വ ഗുരുദാരാംശ്ച ഗത്വ സ്തേയം കൃത്വ ബ്രഹ്മഹത്യാഞ്ച കൃത്വ ഭസ്മച്ഛന്നഃ ഭസ്മശയ്യാശയാനഃ രുദ്രാധ്യായീ മുച്യത്തെ സർവപാപൈഃ. ശതരുദ്രീയ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അയാള് മദ്യപാനം ചെയ്തിട്ടുണ്ടെങ്കിലും, ഗുരുതൽപഗമനം ചെയ്തിട്ടുണ്ടെങ്കിലും, സ്തേയം നടത്തിയിട്ടുണ്ടെങ്കിലും, കക്കല്, നമ്മളൊക്കെ ചെയ്യുന്നത് അതാണ്. കക്കല് എന്ന് പറഞ്ഞാൽ പരിഗ്രഹം എന്നാണ്. പരസ്വത്തെ പരിഗ്രഹിക്കുക, അയാളെ നമുക്ക് തരാതെ പരിഗ്രഹിക്കുക. നമ്മളെല്ലാം ചെയ്തു പോരുന്ന ഒരു വലിയ പാതകമാണ്, മഹാപാതകങ്ങളിൽ ഒന്നാണ്. സ്തേയം കൃത്വ ബ്രഹ്മഹത്യാഞ്ച കൃത്വ, ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ പൂണൂല് ധരിച്ചവൻ, സന്ധ്യാവന്തനം ചെയ്യുന്നവൻ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതൊരു വർണ്ണം, ഒരു ജാതി എന്ന് വിചാരിക്കരുത്. നിസ്വാർത്ഥമായിട്ട് എല്ലാവരും നന്നായിരിക്കണേ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് താൻ ചെയ്യേണ്ട പ്രവൃത്തികൾ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സ്വാർത്ഥതയൊന്നും ഇല്ലാതെ സുഖമായി ജീവിച്ചു പോരുന്ന, ആനന്ദമയനായി ജീവിച്ചു പോരുന്ന ആളെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബ്രാഹ്മണനെ ഉപദ്രവിച്ചാൽ അതിന് ബ്രഹ്മഹത്യ എന്ന് പേര്. അതിനൊന്നും ആ പാപമൊക്കെ, ഈ പാപമൊക്കെ പാപം എന്ന് പറയുന്നത് ഏതെങ്കിലും എവിടെയെങ്കിലും ഉള്ള വേദത്തിലൊക്കെ പറയുന്ന പോലെ ഒരു വരുണൻ പാപത്തെ നോക്കിയിട്ട് നമ്മളെ കയറ് കൊണ്ട് കെട്ടി വിരിഞ്ഞ് മുറുക്കി ദ്രോഹിച്ച് രോഗം വരുന്നതൊന്നും അല്ല. നമ്മളുടെ മനസ്സിന്റെ അകത്ത് തന്നെ, നമ്മളുടെ മനസ്സുള്ള അന്തസാക്ഷി ഒരാളുണ്ട്. അയാള് നമ്മളോട് പറയും ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് പറയും. ഈ പറഞ്ഞത് അകത്തുനിന്ന് ഗംഭീരമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പലതരത്തിൽ പുറത്ത് രോഗമായിട്ടും പല കാര്യങ്ങൾക്കും നമുക്ക് തടസ്സമായിട്ടും ഒക്കെ വരും, പ്രതിബന്ധമായിട്ട് വരും. ഇത് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ പറയാം, അപ്പൊ തന്നെ അവൻ പറയും, പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ചെയ്തത് ഒട്ടും ശരിയായില്ല, താൻ ഇനി ഒരു നേരെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള മഹാപാതകങ്ങൾ ചെയ്താൽ പോലും ഭസ്മച്ഛന്നനായിട്ട്, ഭസ്മശൈലിയിൽ ശയിക്കുന്നവനായിട്ട് ശതരുദ്രീയ മന്ത്രത്തെ ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളിൽ നിന്നും അയാൾക്ക് മോക്ഷം കിട്ടും. എന്ന് വെച്ചാൽ ഇത് ചെയ്തുവല്ലോ എന്നുള്ള തോന്നലിൽ നിന്നും അയാൾക്ക് മോക്ഷം കിട്ടുന്നതാണ്. ഈ ഫലമൊക്കെ പ്രയോജനം എന്താണെന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയും. എന്താണ് ഇതിന്റെ അർത്ഥം? കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചല്ലോ, സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ, ഈ ഫലമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ. അതിലൊക്കെ ഞാൻ വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് സ്മൃതികൾ പറയുന്നുണ്ട്. യാജ്ഞവൽക്യൻ പറയുന്നുണ്ട്, സുരാപി സ്വർണഹാരീച്ച രുദ്രജാപി ജലേസ്ഥിത സഹസ്രശീർഷജാപീച്ച മുച്യത്തെ സർവകിൽപിഷൈഹി. ഈ പറഞ്ഞത് തന്നെയാണ്. കൂർമ്മപുരാണത്തിൽ പറഞ്ഞത് ഒന്ന് നോക്കാം. ഇമാനി മേ രഹസ്യാനി നാമാനി ശൃണുച അനഘ സർവവേദേഷു ഗീതാനി സംസാര ശമനാനി ച നമസ്കുരുഷ്വ സതതം ഏഭിർ നാമപദൈഹി ശുചിഹി അധ്യായം ശതരുദ്രീയം യജുഷാം സാരമുത്തമം. ശതരുദ്രീയ മഹാമന്ത്രം എന്ന് പറയുന്നത്
യജുർവേദത്തിന്റെ സാരമാണ്. അതിനെ ജപസ്വ, ജപിക്കൂ, അനന്യമനസ്ക, വേറെ ഒന്നും ചിന്തിക്കാതെ, മയ്യേവ ആസക്തമാനസ. എന്തിനാ ഇങ്ങനെ ജപിക്കൂ എന്ന് പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? രാജർഷിയായ വസുമനസ് നിരന്തര സാവിത്രി ഉപാസന ചെയ്യുവാനുള്ള വരം ബ്രഹ്മാവിൽ നിന്ന് നേടി. അയാൾക്ക് നിരന്തരമായിട്ട് സാവിത്രി ഉപാസന ചെയ്യണം, ഗായത്രി മന്ത്രം ജപിക്കണം, അതിന് വരം വേണം. അത് കിട്ടി. എന്നിട്ട് ഉപാസന നടത്തി. ഉപാസന കഴിഞ്ഞിട്ട് നിരന്തര ഉപാസന, ഉപാസനാന്ത്യത്തിൽ ഭഗവാൻ പരമേശ്വരൻ ആവിർഭവിച്ച്, പരമേശ്വരൻ പറഞ്ഞതാണ്, ഈ നിരന്തര സാവിത്രി ഉപാസന ചെയ്തിട്ടുള്ള വസുമനസ്സിനോട് എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. ജപസ്വ അനന്യമനസ്ക അനന്യചേതസ്ക മയ്യേവ ആസക്തമാനസ, ശതരുദ്രിയം ജപിക്കുന്നു. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. എല്ലാം എല്ലാം എനിക്ക് പറയാനിപ്പോ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ മഹാമഹിമശാലിയായിട്ടുള്ള അമിത പ്രഭാവമുള്ള ഈ മന്ത്രം എന്ന് വെച്ചാൽ 3 തരത്തില് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ജപിച്ചാൽ പാപം പോവും, ജപിച്ചാൽ മോക്ഷം കിട്ടും, അതിനെ മനസ്സിലാക്കിയാൽ ബ്രഹ്മവിദ്യ, ജീവബ്രഹ്മൈക്യം അത് മനസ്സിലാവും, മോക്ഷം കിട്ടും, കർമാംഗമായിട്ടും അതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ശതരുദ്രിയത്തിന് ഇത്രയൊക്കെ പറയുമ്പോൾ ഇതൊന്നും വലിയ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ ശതരുദ്രിയം പഠിച്ചു കളയാം, അതിനെക്കുറിച്ച് ഒരു ആമുഖ പ്രഭാഷണം നടത്തി കളയാം ഒന്നും പഴയ ആളുകൾ ചെയ്തിരുന്നില്ല. അവര് ഇതെല്ലാം ഉള്ളടങ്ങിയിട്ട് നമ്മളോട് ഒരു ചെറിയ കാര്യം പറഞ്ഞിരുന്നു, നമ്മളത് ചെയ്യാറില്ല. രുദ്രഞ്ച എന്താണ്, നമകം ചമകം ചെയ്ത പൗരുഷം സൂക്തമേവച്ച വിഷ്ണോർ നാമസഹസ്രകം ചമകം ചെയ്ത പൗരുഷം സൂക്തമേവച്ച. അതായത് ശ്ലോകം മുഴുവനായിട്ട് ഓർമ്മ വരുന്നില്ല, പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ. നിത്യവും ശ്രീരുദ്രം മന്ത്രം ചൊല്ലുക, ചമകവും ചൊല്ലുക, പുരുഷ സൂക്തം ചൊല്ലുക, ഈ വിഷ്ണു സഹസ്രനാമവും ചൊല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ബ്രഹ്മലോകേ മഹീയത്തെ എന്നാണ്. അയാൾക്ക് മോക്ഷം കിട്ടും, ബ്രഹ്മലോകത്തിലാവുന്ന. അപ്പൊ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഇത് പേർത്തും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഈ മഹാമന്ത്രത്തിന്റെ ഒരു മഹിമ. ഇത് ഞാൻ രണ്ടാമത്തെ ഇതിലേക്ക് കിടക്കുകയാണ്. ആര് എങ്ങനെ ചൊല്ലണം, എന്തിന് ചൊല്ലണം എന്നുള്ളതിലേക്ക് വരുമ്പോ, ആര് ചൊല്ലണം എന്നുള്ളത്, എങ്ങനെ ചൊല്ലണം, എന്തിനു ചൊല്ലണം എന്നുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അത് വന്നോളും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. എങ്ങനെ ചൊല്ലണം, എങ്ങനെ ചൊല്ലണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ തന്നെ ചൊല്ലണം. അങ്ങനെയൊക്കെ അല്ലാതെ എല്ലാവരും ചൊല്ലുന്നുണ്ടല്ലോ, അപ്പൊ ആരൊക്കെയോ ചൊല്ലുന്നുണ്ട്, ആരൊക്കെയോ ചൊല്ലി കൊടുക്കുന്നുണ്ട്, ആരൊക്കെയോ ചൊല്ലുന്നുണ്ട്, ഒന്നും ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വേണ്ട തരത്തിലല്ലാത്തത് കൊണ്ട് അത് ശതരുദ്രിയ മന്ത്രം അല്ല എന്ന് മാത്രമല്ല, വിപരീതമായ ഫലം ചെയ്യുന്ന അനർത്ഥം ഉണ്ടാക്കുകയും ചെയ്യും. അതെന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോ എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും പഠിക്കണമെന്നില്ല. അത് പഠിക്കാൻ ചില ചിട്ടകളുണ്ട്, അത് ചൊല്ലാൻ ഉണ്ട്. നമുക്ക് തന്നെ ഇപ്പോ നമ്മള് സംസ്കൃത ഭാഷയാണ്, വൈദിക ഭാഷയാണ്. നമ്മളുടെ സാധാരണ ഭാഷയിൽ തന്നെ വേണ്ട തരത്തിൽ വാക്കുകൾ ഉച്ചരിച്ചില്ലെങ്കിൽ അർത്ഥമൊക്കെ മാറി അല്ലാത്ത അനർത്ഥവും. ഈ വഴി എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ വഴി എന്നുള്ള പദം വേണ്ട തരത്തിൽ ഉച്ചരിക്കാതെ ഴ എന്നുള്ളതിന് പകരം ഴ എന്നോ മറ്റോ ഉച്ചരിച്ചാൽ എന്താവും ഫലം എന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ ഒരുപാട് നമ്മളുടെ സാധാരണ ഭാഷയിൽ തന്നെ ശ്രദ്ധിക്കാതെ പദപ്രയോഗം നടത്തിയാൽ അർത്ഥത്തിന് ഒരുപാട് മാറ്റം വരും. സംസ്കൃതത്തിലാണെങ്കിൽ ഒരുപാട് അർത്ഥം ഉണ്ടാവും ഒരു പദത്തിന് തന്നെ. അതുപോലെ ഒരു പദത്തിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ, പറയുന്നതിൽ ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ നേരെ വിപരീത അർത്ഥമൊക്കെ വരും. ഒരേ വാക്കിന് 2 വിപരീതാർത്ഥമുള്ള വാക്കുകളും ഉണ്ട്. ആരാത്ത്,
ആരാത്തെ ഗോഘ്ന ഉതപൂരുഷഘ്നെ എന്നൊരു മന്ത്രം വരുന്നില്ലേ? ആരാത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ചോദിച്ചാൽ അരികത്ത് ഒരർത്ഥം, അകലെ. വിപരീത അർത്ഥമാണ്. ഒരേ വാക്കിന് രണ്ടർത്ഥം. ഇതുപോലെ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ അനർത്ഥമാവുന്ന ഒരുപാട് പദങ്ങളുണ്ട്. എല്ലാ ഭാഷയിലും ഉണ്ട്, സംസ്കൃതത്തിൽ പ്രത്യേകിച്ചുണ്ട്. സകൃത്ത്, സകൃത്ത് എന്ന് വെച്ചാൽ ഒരു തവണ എന്നർത്ഥം. ശകൃത്ത് എന്ന് പറഞ്ഞാൽ മലം എന്നർത്ഥം. അപ്പൊ സകൃത്ത് എന്ന് ശരിക്കും ഉച്ചരിക്കാതെ ശകൃത്ത് ആരെങ്കിലും ഉച്ചരിച്ചാൽ എന്താവും? ഇങ്ങനെ സംസ്കൃതത്തില് പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ വല്ലാതെ സൂക്ഷിക്കണം. പോരാ. വേദഭാഷ എന്ന് പറയുമ്പോൾ അതില് അർത്ഥം നിയന്ത്രിക്കുന്നത് വാക്കുകളുടെ ഉച്ചാരണം മാത്രമല്ല, ഉച്ചാരണത്തിൽ തന്നെ ഒരുപാട് പ്രത്യേകതയുണ്ട്, സ്വരവും കൂടിയുണ്ട്. അതിന് ഓരോ അക്ഷരവും ഓരോ വർണ്ണവും എങ്ങനെ ഉച്ചരിക്കണമെന്ന് കടുത്ത നിയമങ്ങളുണ്ട്, സ്വരമുണ്ട്. ഇപ്പോ മാ എന്നൊരു വാക്ക്, മാ എന്ന് പറഞ്ഞാൽ അതിന് എന്നെ എന്നൊരർത്ഥമുണ്ട്, അരുത് എന്നൊരർത്ഥമുണ്ട്, ലക്ഷ്മി ദേവി, ശ്രീദേവി എന്നൊരർത്ഥമുണ്ട്. ഇത് സ്വരം മാറിയാൽ അർത്ഥം മാറും. ഒരു സ്വരത്തിൽ ചൊല്ലിയാൽ എന്നെ എന്നർത്ഥം, വേറൊരു സ്വരത്തിൽ ചൊല്ലിയാൽ അരുത് എന്നർത്ഥം. അപ്പൊ മാ ഹിംസീഹി ഉണ്ട്, മാ ഹിംസീഹി, ഹിംസിക്കരുതേ ഭഗവാനെ, എന്നെ കൊല്ലരുതേ, എന്നെ ഹിംസിക്കരുതേ, എന്നെ ഉപദ്രവിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് മാ എന്നുള്ള ആ ഒരു പദത്തിന്റെ സ്വരം മാറിയാൽ ഹിംസിക്കരുതേ എന്നുള്ളതിന് പകരം എന്നെ കൊല്ലൂ എന്താവും? എന്നെ കൊല്ലൂ എന്നാവും. ഇങ്ങനെ സ്വരം ചെറുതായിട്ട് മാറിയാൽ അർത്ഥം വളരെ വ്യത്യസ്തമാവും. ഇപ്പോ വേറൊരു ഉദാഹരണം, പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. വിശ്വരൂപന്റെ മകൻ ത്വഷ്ടാവ് എന്നൊരാള്, അയാള് ദേവന്മാരുടെ പുരോഹിതനായിരുന്നു. അസുരന്മാരുടെ ഒരു അസുര സ്ത്രീക്ക് ജനിച്ചവനാണ്, ദേവന്മാരുടെ പുരോഹിതനാണ്. അപ്പൊ അയാള് ദേവന്മാരെ ഒന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ കൊല്ലുന്നവനായ ഒരുത്തൻ ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രശത്രു വർദ്ധസ്വ. എന്താണ് ശത്രു എന്ന് വെച്ചാൽ ഇവിടെ എനിമി, ഫോ എന്നുള്ള അർത്ഥമല്ല, ഘാതകൻ, കൊല്ലുന്നവൻ എന്നർത്ഥം. അപ്പൊ ഇന്ദ്രനെ കൊല്ലുന്നവൻ ഒരുത്തൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഹോമിച്ചു. അത് ഉണ്ടാകട്ടെ എന്നല്ല, വർദ്ധസ്വ എന്നാ പറഞ്ഞത്. വർദ്ധസ്വ എന്ന് വെച്ചാൽ വളരട്ടെ, വളർന്നുകൊണ്ടേ ഇരിക്കട്ടെ. ജനിക്കുമ്പോഴേക്കും വളർച്ച തുടങ്ങുകയാണ്. അനുനിമിഷം അയാൾ ഇങ്ങനെ വലുത് വളർന്ന് 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 വിശ്വവ്യാപിയായി തീരുകയാണ്. അപ്പൊ ഇയാള് ഉദ്ദേശിച്ചത് ഇന്ദ്രനെ കൊല്ലുന്നവൻ വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഹോമിച്ചു. സ്വരം പിഴച്ചു. എന്താ ഉണ്ടായത്? ഇന്ദ്രൻ ആരെയാണോ കൊല്ലുക അവൻ വളരട്ടെ. അപ്പൊ ഇവൻ വളരും, ഇവൻ ഉണ്ടാവും, വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ കൊല്ലുന്നത് ആരായിരിക്കും? ഇന്ദ്രനായിരിക്കും. ഉദ്ദേശിച്ചത് എന്താണ്? ഇന്ദ്രനെ കൊല്ലുന്നവനെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോ വന്നതെന്താ? ഫലം വന്നതെന്താ? ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവനാണ് ഉണ്ടായത്. ഉണ്ടായി ഒക്കെ ശരിയാണ്, കൊല്ലുകയും ചെയ്തു. ആരെ കൊന്നു എന്നുള്ളത് മാറി. അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ സ്വരത്തിന് ഇതുണ്ട്. തരതി, സർവാനുദാത്തായിട്ട് തരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ധരിക്കും. തരതി ബ്രഹ്മത്യാം തരതി, ബ്രഹ്മത്തെ തരം ചെയ്യും. തരതി എന്ന് നടുക്കുള്ള വർണ്ണത്തില് സ്വരിച്ചു കഴിഞ്ഞാൽ എന്താവോ അത്? ധരിക്കുമോ? ധരിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അർത്ഥം മാറും. അപ്പൊ ഇങ്ങനെ സ്വരങ്ങൾക്ക് വല്ലാത്ത ഒരു ഇതുണ്ട്. അപ്പൊ ഈ നമ്മൾ ചൊല്ലുമ്പോൾ ചെറുതായിട്ട് സ്വരമൊക്കെ പഴച്ചു കഴിഞ്ഞാൽ, സ്വരം മാത്രമല്ല, നമ്മള് ലോകത്തിലെ ഭാഷയില്, സംസ്കൃത ഭാഷയില് നമ്മൾ കേൾക്കാത്ത ഒരുപാട് ഉച്ചാരണ സ്ഥാനങ്ങളും ഉച്ചാരണങ്ങളും, ചില വർണ്ണമൊന്നും നമ്മൾ കേട്ടിട്ടില്ല, അങ്ങനെ ഉണ്ടെന്നേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുണ്ട്, വേദം ചൊല്ലുമ്പോൾ വരും. ഇപ്പോ സംവത്സരം, മലയാളി സംവത്സരം എന്നാണ് പറയുക, പുറത്തൊക്കെ സംവത്സരം എന്ന് പറയും. സം സ ബ ത് സ ര ആണല്ലോ. വേദം ചൊല്ലുന്നവര് സംവത്സരം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ
അവര് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ അവര് ചൊല്ലുമ്പോൾ വേണ്ട തരത്തില് പഠിപ്പിച്ചിട്ടുള്ള ആള് വേണ്ട തരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഇയാൾ വേണ്ട തരത്തിൽ ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തകാരത്തിന് അപ്പുറം ഒരു തകാരം കൂടി ഉണ്ട്. അതുപോലെ അഗ്നേ എന്ന് പറയുമ്പോ ഒരു ഗകാരമല്ല, ഒരു ഗ അല്ല, 2 ഗ ഉണ്ടാവും. ഇങ്ങനെ അത് വളരെ വ്യക്തമായിട്ട് കേൾക്കില്ല. പക്ഷെ നന്നായിട്ട് ചൊല്ലുന്നവരെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ചിലപ്പോ ഈ അക്ഷരങ്ങളുടെയൊക്കെ ഉച്ചാരണത്തിന്റെ നിയമങ്ങൾ മനസ്സിലാക്കി ചൊല്ലുന്നവരാണെങ്കിൽ അവർക്കും അതറിയും. ഇങ്ങനെ വല്ലാത്ത നിർബന്ധങ്ങളുണ്ട്. എന്തിനാ നിർബന്ധങ്ങൾ എന്ന് വെച്ചാൽ അർത്ഥം അങ്ങനെയായിരുന്നു ആ ഭാഷ, അങ്ങനെയാണ് ആ ഭാഷ. സ്വരം കൊണ്ടും ഉച്ചാരണം കൊണ്ടും അർത്ഥം നിയന്ത്രിക്കപ്പെടുന്ന ഭാഷയാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് സൗകര്യമുള്ളത് മാത്രം കേൾക്കും. നമ്മളുടെ പൂർവികന്മാര്, ഋഷികള് ഒരു മിനിറ്റ്, നമുക്ക് നന്മ മാത്രം വരണം എന്ന് ഉദ്ദേശിച്ച് നമ്മളോട് പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് സൗകര്യമുള്ളത് മാത്രം നമ്മൾ കേട്ടിട്ട് ബാക്കിയൊക്കെ കേൾക്കാത്തത് പോലെ, അത് അറിയാത്തത് പോലെയോ കേൾക്കാത്തത് പോലെയോ ശ്രദ്ധിക്കാതിരിക്കുക. അത് ശരിയാണോ? അതായത് ഇതിനൊക്കെ ഇന്ന തരത്തില് ഇന്ന ആള് എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട്, പിന്നെ ചൊല്ലുന്ന സമ്പ്രദായമുണ്ട്. ഇന്ന തരത്തിൽ ചൊല്ലണം, ചൊല്ലിയില്ലെങ്കിൽ വലിയ വലിയ അനർത്ഥങ്ങളാണ്. ഇപ്പോ രുദ്രമന്ത്രത്തിന് എന്റെ ഭാഷ്യത്തിൽ നോക്കിയാൽ ഭട്ടഭാസ്കരൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഫലവും, ഓരോ മന്ത്രവും ചൊല്ലിയാൽ ഇന്ന ഫലം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. രോഗശാന്തി, ഉടൻ രോഗശാന്തി, മഹാവ്യാധി ഉടൻ മാറും, ശത്രു നശിച്ചു പോകും, കണ്ണ് പൊട്ടിപ്പോകും എന്നൊക്കെ. ഇത് വേണ്ട തരത്തിൽ ചൊല്ലിയില്ലെങ്കിൽ നേരെ തിരിച്ചാവും, ഫലം വിപരീതവും. അതിശക്തമായിട്ടുള്ള മന്ത്രമാണ്. അപ്പൊ ഇതില് ഇവര് സ്വരങ്ങൾക്കും ഉച്ചാരണത്തിനും നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം എന്നല്ല, അത് അതുപോലെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഈ ഫലം, വലിയ ഫലം പറഞ്ഞിട്ടുണ്ട്. ഇതും ചൊല്ലിയാൽ മതി, എല്ലാം മഹാഭാവങ്ങളൊക്കെ പോകും. മദ്യം കഴിച്ചാൽ എന്താ, വിളിച്ചായിട്ട് ശ്രീവിദ്യം ചൊല്ലിയ പോരെ പറഞ്ഞിട്ടുണ്ടല്ലോ. മദ്യം പീത്വ സുരാൻ പീത്വ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ബ്രഹ്മഹത്യ ചെയ്താലും ശരി, രുദ്രം ജപിച്ചാൽ മതിയല്ലോ. അപ്പൊ അത് നമ്മൾ സ്വീകരിക്കുന്നു. അതേ സമയത്ത് രുദ്രം എങ്ങനെ ചൊല്ലണം, എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് ആ സ്വരങ്ങൾക്കും ഉച്ചാരണത്തിനും എന്തൊക്കെ നിയമങ്ങളും ഒരു കർശനമായിട്ടുള്ള ഡൂസ് ആൻഡ് ഡോൺസ്, ഇങ്ങനെ അരുത്, ഇങ്ങനെ ആവണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല, പല കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കാറേ ഇല്ല. ഇപ്പോ 1-2 കാര്യങ്ങൾ പറയാതെ വയ്യ. അതായത് ഞാൻ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ചൊല്ലണം എന്നൊന്നും ഇല്ല രുദ്രമന്ത്രം. വേണ്ടവര് ചൊല്ലിയാൽ മതി. ചൊല്ലുന്നവര് ചൊല്ലേണ്ട പോലെ ചൊല്ലിയാൽ അയാൾക്ക് മാത്രമല്ല ക്ഷേമം ഉണ്ടാവുക, ലോകത്തിന് മുഴുവൻ ക്ഷേമം ഉണ്ടാവും. നമ്മൾ ഇത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഞാൻ വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് തീർത്ഥാടനം ഒക്കെ പോകുന്നുണ്ട്. തീർത്ഥാടനമൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലങ്ങളുണ്ട്, വലിയ വലിയ അമ്പലങ്ങൾ, തീർത്ഥസ്ഥാനങ്ങള്. ഇപ്പൊ കുംഭമേളയോ മണ്ഡലകാലം, മകരവിളക്ക്, ഇതൊക്കെ ആലോചിച്ച് നോക്കൂ. തീർത്ഥാടനത്തിന് നമ്മൾ എന്തിനാ പോകുന്നത്? തീർത്ഥാടനം കൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടാവേണ്ടത്? ദേവീഭാഗവതം പുരാണം പറയുന്നു, സ്വധർമ്മപാലനം, അഹിംസ, സത്യം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം. ഇതൊക്കെയാണ് തീർത്ഥാടനം കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത്. പക്ഷേ തീർത്ഥസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ? സ്വധർമ്മപാലനം പറ്റുമോ? അഹിംസ പറ്റുമോ? എത്ര പേരെ ഹിംസിക്കും? ഇതൊക്കെ നോക്കൂ. ശബരിമലയിൽ ദർശനത്തിന് പോകുന്നവര് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? സത്യം, അസ്തേയം, ശൗചം. ശൗചം എന്ന് വെച്ചാൽ ശരീരത്തിനും മനസ്സിനുമുള്ള ഒരു ശുദ്ധി, മനസ്സ് ശുദ്ധമായിരിക്കുക. മനസ്സ് ശുദ്ധമായിരിക്കണമെങ്കിൽ നമ്മളുടെ കൺട്രോൾ ഇല്ലാത്ത ചില സാഹചര്യങ്ങളിൽ പോയി പെട്ടുകഴിഞ്ഞാൽ മനസ്സ് അശുദ്ധാവും, പ്രക്ഷുബ്ധാവും. ഇന്ദ്രിയ നിഗ്രഹം, ഇതൊന്നും നടക്കില്ല തീർത്ഥാടനത്തിന് വലിയ തീർത്ഥകേന്ദ്രങ്ങളിൽ പോകുമ്പോൾ. അതുകൊണ്ട് ദേവീഭാഗവതം എന്താണ് നമ്മളോട് പറയുന്നത്? തീർത്ഥാടനത്തിന് പോയാൽ നമ്മൾ എന്താണ് ഈ ഫലമൊക്കെ, എന്ത് ഫലമാണ് ഇപ്പൊ പറഞ്ഞതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്?
അത് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോ വിപരീതമായിട്ടുള്ള ഫലമാണ് ചിലപ്പോ പലപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് തീർത്ഥാടനം ചെയ്യുമ്പോൾ നമ്മൾ ഇക്കാര്യം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. കാമക്രോധോ തഥാ ലോഭോ ഹ്യഹങ്കാരോ മദസ്തഥാ സർവവിഘ്നകരാഹ്യേതേ തപസ്തീർത്ഥ വ്രതേഷു ച. അതിതീവ്രമായ തപസ് ചെയ്യുമ്പോഴും തീർത്ഥാടനത്തിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് വരാം. കാമം, ക്രോധം, ലോഭം, അഹങ്കാരം, മതം. അതുകൊണ്ട് വ്യർത്ഥം തീർത്ഥാഭിഗമനം, തീർത്ഥാടനം കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ പ്രയോജനം ഉണ്ടാവുന്നില്ല. പാപമേവ അവശിഷ്യത്തെ. എന്താണ് നടക്കുന്നത്? തീർത്ഥസ്ഥലങ്ങളിലുള്ള തീർത്ഥം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ജലം മാത്രമല്ല. മഹാത്മാക്കള് അല്ലെങ്കിൽ ഒരു വിഗ്രഹം, ഒരു അമ്പലം, ഒരു പ്രതിഷ്ഠ, മൂർത്തി, ഇതെല്ലാം തീർത്ഥാണ്. ശുദ്ധീകരിക്കുന്നത് എന്നാണ് അർത്ഥം. അത് എന്താ ചെയ്യുന്നത്? ഛാളജന്തി തീർത്ഥാനി സർവദാ ദേഹജമ്മലം. ദേഹത്തിലോ മനസ്സിന്റെ ഉപരിതലത്തിലോ ഉള്ള മലങ്ങളെ ചിലപ്പോ കഴുകിക്കളഞ്ഞു എന്ന് വരും, അഴുക്കൊക്കെ കഴുകിക്കളഞ്ഞു എന്ന് വരും തീർത്ഥാടനം. പക്ഷെ അകത്തുള്ള കട്ടിപിടിച്ച അഴുക്ക് ഇത് കഴുകിക്കളയാൻ തീർത്ഥാടനത്തിന് കഴിയുന്നില്ല. മാനസം ഛാളിതും താനി ന സമർത്ഥാനി ഭാരത. അപ്പൊ ഇത് ദേവീഭാഗവതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പുരാണമാണ്. വ്യാസഭഗവാൻ പറയാണ്. അപ്പൊ ഇത് നമ്മൾ സൗകര്യപൂർവ്വം കേൾക്കില്ല. ഇപ്പൊ ഉടനെ പറയേണ്ട സുന്ദരേശ്വരൻ തീർത്ഥാടനത്തിനെതിരായിട്ട് സംസാരിക്കുകയാണ്, ആര് അമ്പലത്തിലേക്ക് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. തീർത്ഥാടനം ചെയ്യുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിച്ച് ഇത് മുറുകെ പിടിക്കണം. അതായത് സ്വധർമ്മ പാലനം, അഹിംസ, സത്യം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം. ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് ഇതൊക്കെ വീണ്ടെടുക്കാനാണ് തീർത്ഥസ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അത് മുറുകെ പിടിക്കണം എന്ന് വിചാരിച്ച് അധികം ആളുകൾ ഇല്ലാത്ത സമയത്ത് തീർത്ഥാടനത്തിന് പോകാമല്ലോ. അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നതല്ല, അതാണ് അവിടെ പ്രശ്നം. ഞാൻ പറയുന്നത് നമ്മൾ ചിലത് കേൾക്കുന്നു, ചിലത് കേൾക്കുന്നില്ല. ഇപ്പോ വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. കാരണം ഇത് എനിക്ക് വളരെ ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മന്ത്രങ്ങൾ അതിനൊക്കെ ഇന്ന തരത്തില് ചെയ്യണം, അതിന് കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കേൾക്കുന്നില്ല. അതിനുണ്ടാവുന്ന ഫലങ്ങൾ മാത്രം നമുക്ക് ഉടനെ ഫലം കിട്ടണം. അതാണ്, ഉടനെ ഇപ്പൊ തന്നെ ഫലം കിട്ടണം. അത് മാത്രമേ നമുക്ക് ലാക്കുള്ളൂ. എന്താണ് ഞാൻ വേറൊരു കാര്യം കൂടി പറയാന്ന് പറഞ്ഞത്? നമ്മൾ വേദവിഹിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ മുൻഗാമികള് ചെയ്തു പോകുന്ന, നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിച്ച് പോകുന്ന ഒരുപാട് ക്രിയകൾ നമ്മൾ പറ്റില്ല പറഞ്ഞിട്ട് വേണ്ട വെക്കുകയാണ്. നിത്യം വീട്ടിൽ നമ്മള് മനസ്സും ശരീരവും ശുദ്ധമാക്കി വെക്കാനും, ചിട്ടയായ സമയത്ത് ആഹാരം കഴിക്കുക, ചിട്ടയായ സമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീറ്റ് ചിലതൊക്കെ ജപം അല്ലെങ്കിൽ ധ്യാനം, മന്ത്രം, അമ്പലത്തിൽ എന്തെങ്കിലും അത് പറഞ്ഞ പലതുമുണ്ട്. ഇതൊക്കെ നമ്മള് കാലക്രമേണ പറ്റുന്നില്ല, അത് കാലം കൊണ്ട് പറ്റുന്നില്ല, ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ജോലി തിരക്കാണ്, രാവിലെ നേരത്തെ പോകണം എന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുമ്പോഴും വേറെ ചിലത് ഒഴിവാക്കാൻ നമുക്ക് വല്ലാത്ത പേടിയാണ്. മരിച്ചു പോയാൽ മരണാനന്തര ക്രിയകൾ ചെയ്തില്ലെങ്കിൽ ഈ ജ്യോതിഷി പിന്നെ എപ്പോഴെങ്കിലും പ്രശ്നം വയ്ക്കുമ്പോൾ പറയും, അത് ഗതി കിട്ടാത്ത ആത്മാക്കളുണ്ട്, അപ്പൊ ഗതി കിട്ടാത്ത ക്രിയ ചെയ്തിട്ടില്ല, അപ്പൊ ഈ ക്രിയ ചെയ്യും, അത് മാത്രം ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ആ ക്രിയ ചെയ്യാനുള്ള എലിജിബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് വേണം. അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും വേദമന്ത്രങ്ങൾ ഇത് ഉച്ചാരണത്തിലും ഇതിലൊക്കെ, ഇത് കൂടാതെ അടിസ്ഥാനപരമായിട്ടുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. ആചാരഹീനം ന പുനന്തി വേദാഹ. വേദമന്ത്രങ്ങൾക്കൊക്കെ പറഞ്ഞ ഫലം വേണമെങ്കിൽ ആരാണോ ചൊല്ലേണ്ടത് അയാൾ ചൊല്ലണം. ആരാണ് ചൊല്ലേണ്ടത് അതിരിക്കട്ടെ, അതിലേക്ക് വരാം. അയാൾ എങ്ങനെ ചൊല്ലണോ അങ്ങനെ ചൊല്ലണം. ഇനി ആരാണോ എന്നുള്ളതിന് ഒന്നുകൂടി അകത്തേക്ക് പോയി നോക്കിയാൽ, അധികാരമുള്ള ആള്, അയാൾക്ക് എങ്ങനെയാ അധികാരം ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ആചാരം കൊണ്ടാണ് ഉണ്ടാവുക. ആചാരം എന്ന് വെച്ചാൽ നമ്മളുടെ ചര്യ, നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നു, എപ്പോ ഉറങ്ങുന്നു, എപ്പോ എണീക്കുന്നു, എങ്ങനെ ആഹാരം കഴിക്കുന്നു, വളരെ പ്രധാനമാണ്. നമ്മള് ഈ ശിക്ഷാഗ്രന്ഥങ്ങളിലും സ്മൃതികളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള പോലെ കടുകിട തെറ്റാതെ വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചാലും അതിന് ശക്തി ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ
നമ്മൾ അതിന് അധികാരി അല്ലെങ്കിൽ. എങ്ങനെയാ അധികാരിയാകുക ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. അതിലൊന്ന്, നമ്മൾ കഴിക്കുന്ന ആഹാരം അതിൽ ശ്രദ്ധിക്കണം. ഈ ആഹാരം ആര് വെക്കുന്നു, എങ്ങനെ വെക്കുന്നു, എങ്ങനെയാ അത്, എപ്പോഴാണ് നമ്മൾ കഴിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം, ഇതിലൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ആഹാരമാണ് നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ്, ശരീരവും മനസ്സിനെയും ഒക്കെ നമ്മളുടെ ഇതൊക്കെ പാരമ്പര്യത്തിൽ പല പുസ്തകങ്ങളോ ഉപനിഷത്തുകളോ ബ്രാഹ്മണങ്ങളോ സ്മൃതികളോ പുരാണങ്ങളോ ഒക്കെ ഇതിഹാസങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, കഴിക്കുന്ന ആഹാരം ആണ് നമ്മളാക്കുന്നത്. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും വളർത്തി കൊണ്ടുവരുന്നതും നിലനിർത്തുന്നതും കഴിക്കുന്ന ആഹാരമാണ്. ഈ ആഹാരശുദ്ധി ഇല്ലെങ്കിൽ ആഹാരഹീനം ന പുനന്തി വേദാഹ, വേദം ചൊല്ലിയിട്ട് അത് നമ്മളെ രക്ഷിക്കില്ല. നമ്മൾ എലിജിബിലിറ്റി തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നു, പിന്നെ എങ്ങനെയാ? അപ്പോ ഇത് വളരെ പ്രധാനമാണ്. ഇനി എന്ത് കിട്ടും എന്നുള്ളത് പറയുമ്പോൾ ഇനി ആര് ചൊല്ലണം എന്നുള്ളതും കൂടി ചിലപ്പോൾ അതും കൂടി വരും വിഷയമായിട്ട്. എന്ത് കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പറഞ്ഞിട്ടുമില്ല. ഒരുപാട് ഫലങ്ങൾ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഭാഷണം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും സംശയം ചോദിക്കാന്ന് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, ഇതിൽ ഒരുപാട് ഫലങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ ഫലങ്ങളൊക്കെ എന്താണ് ചോദ്യം? ഒന്ന് സയന്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, ഈ ഫലങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. നോക്കൂ, നമ്മൾ ലോകത്തിലെ പലരും നമ്മളോട് ഇടപെടുന്നു, നമ്മളോട് പലരും പലതും പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നതും എല്ലാ സന്ദർഭങ്ങളിലും പറയുന്നതും നമ്മൾ ഒരേപോലെ എടുക്കാറില്ല. നമ്മൾ തന്നെ ചിലരോട് ചില തരത്തിലാണ് പെരുമാറുക. അതേ ആളോട് വേറെ സന്ദർഭത്തിൽ വേറെ തരത്തിൽ പെരുമാറും. അതേപോലെ ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് പെരുമാറുന്ന പോലെയല്ല ഒരു സ്ത്രീയോട് പെരുമാറുക, എൻ്റെ അമ്മയോട് പെരുമാറുക, എൻ്റെ മകളോട് പെരുമാറുക, എൻ്റെ ശിഷ്യയോട് പെരുമാറുക. ഇതുപോലെ ഭാഷയിലും എന്തുണ്ട്, ഓരോരോ സന്ദർഭത്തിൽ പറയുമ്പോഴും അതിന്റെ അർത്ഥം നമ്മൾ സൂക്ഷിച്ച് മനസ്സിലാക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇങ്ങനെ പല തട്ടിലുള്ള ആളുകളോടാണ് നമ്മളുടെ പാരമ്പര്യം പലതും പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഏകരൂപമായിട്ടില്ല, പലർക്കും പലതരത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ എങ്ങനെ അർത്ഥം മനസ്സിലാക്കണം എന്ന് തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊള്ളണം. എന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ, അർത്ഥവാദം എന്നൊരു സാധനമുണ്ട്. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, ഒരു കഥയൊക്കെ പറയും. കഥയുടെ അവസാനം അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയില്ല. അപ്പൊ ഈ കഥ ശരിക്കും നടന്നോ എന്നുള്ളതിലാണോ നമ്മൾ ശ്രദ്ധിക്കുക? അല്ല. പിന്നെയോ, ഈ കഥയില് ആ ആള് ചെയ്ത പോലെ നമ്മൾ ചെയ്താൽ അയാൾ അനുഭവിച്ച പോലെ അനർത്ഥങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഇപ്പൊ യാഗത്തിൽ വെള്ളി ദാനം ചെയ്യരുത് എന്ന് പറയാം. അപ്പൊ യാഗത്തിൽ വെള്ളി ദാനം ചെയ്തത് നേരെ ചൊവ്വേ പറയില്ല. പിന്നെ എന്താ പറയാ? ഒരു കഥ പറയും. ഒരിക്കല് ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ഉണ്ടായി. അപ്പൊ ദേവന്മാർ യുദ്ധത്തിന് പോകുമ്പോ എല്ലാ സ്വത്തുകളും അവരുടെ അമൂല്യ സ്വത്തൊക്കെ അഗ്നിയെ ഏൽപ്പിച്ചിട്ട്, താൻ യുദ്ധത്തിന് വരണ്ട, ഞങ്ങൾ യുദ്ധം ജയിച്ചു വരുമ്പോ ഈ സ്വത്തുകളൊക്കെ ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി. ഒരുപാട് കാലം വേണ്ടി വന്നു, ദേവന്മാർ ജയിച്ചു. തിരിച്ചു വരുമ്പോഴേക്കും അഗ്നി ഈ സ്വത്തൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു മടി. അപ്പൊ ഇവരൊന്ന് ചോദിച്ചപ്പോ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബലാത്കാരമായി വാങ്ങിച്ചപ്പോ അയാള് ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പൊ സോ അരോദീത് തദ് രുദ്രസ്യ രുദ്രത്വം, കരഞ്ഞത് കൊണ്ട് അഗ്നിക്ക് രുദ്രൻ എന്ന് പേര് വന്നു, കരയുന്നവൻ. അയാൾ കരഞ്ഞപ്പോ അയാളുടെ കണ്ണുനീരാണ് വെള്ളി, അതുകൊണ്ട് ദാനം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോഴും അങ്ങനെയാണല്ലോ, എല്ലാത്തിനും കാരണം ചോദിക്കുമല്ലോ, സയന്റിഫിക് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലനേഷൻ ചോദിക്കും, എന്തുകൊണ്ട് കൊടുത്തുകൂടാ? അപ്പൊ കൊടുക്കാൻ നമുക്ക് തോന്നും. കൊടുത്തുകൂടാന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കണം എന്ന് തോന്നും. അങ്ങനെയാണ് നമ്മളുടെ മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാ. ചെറുപ്പം മുതൽക്ക് ചെറിയ കുട്ടികളാകുമ്പോ തന്നെ അങ്ങനെയാണല്ലോ, അവിടെ പോരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോകണം, അത് ചെയ്യൂന്ന് പറഞ്ഞാൽ അത് ചെയ്യണ്ട. അപ്പൊ വെളി ദാനം ചെയ്യാൻ തോന്നും, കൊടുക്കാൻ തോന്നും. അപ്പൊ പറയാണ്, ആരെങ്കിലും അഥവാ യജ്ഞത്തിൽ വെള്ളി ദാനം ചെയ്താൽ അയാളുടെ വീട്ടില് ഒരു വർഷത്തിനകം കരയേണ്ടി വരും, കരച്ചിൽ വരും, ആരെങ്കിലും മരിച്ചു പോകും, അയാളുടെ ഒറ്റ ബന്ധു മരിച്ചു പോകും. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും കൊടുക്കുമോ? അത് കൊടുക്കില്ല. അപ്പൊ ഇത് ഉറ്റബന്ധു മരിച്ചു പോകും എന്നുള്ളത് അത് ശരിയാവണം എന്നില്ല, അത് സത്യമാവണം എന്നില്ല. എന്തിനാണ്?
ഇയാള് ഇത് കൊടുക്കരുത്. അപ്പൊ കൊടുക്കാതിരിക്കാൻ ഇങ്ങനെ പറഞ്ഞാൽ, എന്താണോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ചെയ്താൽ ഉണ്ടാവുന്ന അനർത്ഥത്തെ കാണിച്ചു കൊടുത്താൽ, അപ്പൊ ഈ കഥയോ, ഈ കഥ സത്യമാണോ, അത് കൊടുത്താൽ ഒക്കെ ഒന്നും അല്ല. ഇതിന്റെ മെസ്സേജ് എന്താണ്? ഇത് നിഷിദ്ധമായ കാര്യമാണ്, ഇത് ചെയ്തുകൂടാ. ഇതുപോലെ പലർക്കും പലതരത്തില്, ഇപ്പോ വേദമന്ത്രത്തില് ഈ മന്ത്രത്തില് താല്പര്യം ജനിക്കാൻ ഇന്ന ഫലങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പലരും വരും. അങ്ങനെയാണല്ലോ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ വേദാന്തം പറഞ്ഞാലും എല്ലാം ഉപേക്ഷിച്ച് നിസ്വനായി ബ്രാഹ്മണനായി നമ്മൾ ചൊല്ലേണ്ടതാണ്, ഞാനും ദൈവം ഒന്നാണെന്ന് വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും പല സന്ദർഭങ്ങളിലും പല തരത്തിലുള്ള നമ്മളുടെ കൺട്രോളിലില്ലാതെ, നമ്മളുടെ സ്വാധീനത്തിലില്ലാത്ത കാരണങ്ങളെ കൊണ്ട് തീരാ ദുഃഖങ്ങളും മഹാവ്യാധികളും വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പരക്കം പായാണ്. ജ്യോതിഷിയെ കാണുക, ഡോക്ടറെ കാണുക, സുഹൃത്തുക്കളോട് ചോദിക്കുക, ആരോടെങ്കിലും എങ്ങനെയെങ്കിലും എന്തെന്നൊന്ന് രക്ഷ നേടിയാൽ മതി. ഇതൊന്നും നമ്മൾ വരുത്തി വെച്ചതല്ല, ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തതല്ല, പക്ഷെ വന്നിട്ടുണ്ട്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയത്ത് ഉള്ളവനോട് നാളെ ശതരത്രികം ജപിക്കൂ, നല്ല ഓത്തന്മാരെ വിളിച്ചിട്ട് 10 പേർക്ക് കൊടുക്കും പറഞ്ഞാൽ അയാൾ ചെയ്യും. അപ്പൊ അയാളോടാണ് ഈ വർത്തമാനമൊക്കെ പറയുന്നത്. അതുപോലുള്ള ആളുകളോട്, അതായത് ഭൗതികമായിട്ടുള്ള നേട്ടം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. ഇത് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം, ഇതിനു വേണ്ടി പറയുന്നു. പക്ഷെ വാസ്തവത്തില് ഈ ഭൗതികമായ നേട്ടങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ പ്രൊഡക്ട്സ് ആണ്. നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ സാധനം ഉണ്ടാവും, പിന്നെ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. ഇപ്പോ അത് ഇടിച്ചു പിഴിഞ്ഞ് പായസം ഉണ്ടാക്കി, നല്ല തേങ്ങ അരച്ച് ജോറായിട്ട് അരച്ച് പിഴിഞ്ഞെടുത്ത് പാലെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ തേങ്ങ പീര ഉണ്ടല്ലോ, അത് കളയണ്ട. എന്നാ ഒരു കാര്യം ചെയ്യൂ, ആ പരിപ്പ് വടയിൽ അരയ്ക്കുമ്പോൾ അത് ചേർത്ത് ഇട്ടോളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കേക്ക് ഉണ്ടായിക്കോളൂ, നന്നായിരിക്കും. അല്ലെങ്കിൽ പിണ്ണാക്കായിട്ട് അത് ചെടികൾക്ക് ഇട്ടോളൂ. ഇതൊക്കെ എന്താണ്? അപ്പൊ ഈ പിണ്ണാക്ക് എന്താണ്? അത് ബൈ പ്രൊഡക്റ്റ് ആണ്. ഇതുപോലെ ബൈ പ്രൊഡക്റ്റ് ആണ് ഇതൊക്കെ. നമ്മളുടെ ജീവിതത്തില്, ജീവിത മുഹൂർത്തങ്ങളില് നമുക്ക് തന്നെ രക്ഷയില്ലാന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ മന്ത്രവാദിയോ ജ്യോതിഷിയോ അല്ലെങ്കിൽ വൈദ്യനെയോ കാണുന്നത്. ആ സന്ദർഭത്തില് അങ്ങനെയുള്ളവരെ സമാധാനിപ്പിക്കാൻ അത് വലിയൊരു കാര്യമാണ്. അതത്രേ ഉള്ളൂ. പക്ഷെ അതില്ലാത്തവര്, ഈ മഹാവ്യാധികളോ തീരാ ദുഃഖങ്ങളോ ഇല്ലാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ അതുള്ളവര് തന്നെ ഒരു സമാധാനത്തോടുകൂടി അതിന് നേരിടാൻ കെൽപ്പുള്ള അവസ്ഥയിൽ എന്താ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എല്ലാ ജീവികൾക്കും ഉള്ളതാണ് സുഖദുഃഖങ്ങള്. ഇതിനെ അതിജീവിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ജീവിത സന്ദർഭങ്ങളെ നേരിടാനുള്ള ശക്തി കരുത്താർജിക്കണം, സമചിത്തതയോടുകൂടി കരുത്താർജിക്കണം എന്ന് അത് തിരിച്ചറിയൽ. അതാണ്. അതുകൊണ്ടാണ് ശ്രീരുദ്രത്തിൽ തന്നെ നോക്കിക്കോളൂ, ഞാനിപ്പോ പ്രഥമോ ദൈവ്യോഭിഷക്ക് പറഞ്ഞില്ലേ, അതുമാതിരി വേറൊരു സ്ഥലത്ത് ശങ്കരായ നമഃശങ്കരായ ച മയസ്കരായ ച, ഭഗവാൻ ശങ്കരനാണ്, മയസ്കരനാണ്. എന്താ ശങ്കരനും മയസ്കരനും? ശങ്കരൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളും ദുഃഖ നിവാരണവും വ്യാധി നിവാരണവും ഒക്കെ തരും. അതിൽ നിൽക്കരുത്. അതപ്പൊ നമുക്ക് ചിലപ്പോൾ സമാധാനം കിട്ടാൻ വേണ്ടി അത് ചെയ്യാം. പക്ഷെ ചെറിയ ചെറിയ ദുഃഖങ്ങളെല്ലാം കണ്ടിട്ട് നമ്മൾ ദുഃഖം പറഞ്ഞ് ഇങ്ങനെ നടക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? അഭിതിഷ്ഠപൃതന്യതഃ സഹസ്വപൃതനായതഃ. ഇതാണ് നമ്മളോട് പാരമ്പര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രാർത്ഥന കൊണ്ട് നമുക്ക് രോഗനിവാരണമല്ല ഫലം. പ്രാർത്ഥന കൊണ്ട് നമ്മൾ MBBS പാസ്സാവുക, IAS നല്ല ടോപ്പ് റാങ്കിൽ വരിക, ഇതല്ല ഫലം. പ്രാർത്ഥന കൊണ്ട് ഇതൊക്കെ വന്നു എന്ന് വരാം. പക്ഷെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് വരേണ്ടത് എന്താണ്, നമ്മൾ കാക്ഷിക്കേണ്ടത് എന്താണ്, ആഗ്രഹിക്കേണ്ടത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങൾ വരുമ്പോ, ജീവിത സന്ദർഭങ്ങൾ വരുമ്പോ അതിന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ധൈര്യത്തോടുകൂടി തുറിച്ചു നോക്കി നേരിടാനുള്ള ചങ്കുറപ്പ് വരണേ. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ വേദം പറയാണ്, ഞാൻ പറയുന്നൊന്നുമില്ല. ഉപനയനത്തില് ഉണ്ണിയെ, പുണ്യത്തിലുണ്ട് വിവാഹത്തിലുണ്ട്, ഒരു കല്ലിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് പറയാണ്, ഇടോ ദാ ഇതൊരു പാറക്കല്ലാണ്, ഇതിന്റെ മുകളിൽ കയറി നിൽക്കൂ, ആതിഷ്ഠ ഇമം അശ്മാനം, എന്നിട്ടോ അശ്മേവത്വം സ്ഥിരോഭവ, നല്ല ഉറപ്പുള്ളവനായിരിക്കോ,
ജീവിതത്തില് കഷ്ടങ്ങള്, നഷ്ടങ്ങള്, വേദനകള്, ശരീരത്തിന് വേദന, മനസ്സിന് വേദന ഒക്കെ വരും. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം ദുരിതങ്ങൾ പരമ്പരയായിട്ട് വരും. എവിടെയെങ്കിലും ഓടിപ്പോയി അമ്പലത്തിൽ പോയിട്ട് ഒരു 7 തവണ തലയിൽ ചുറ്റി ഒരു മുഷിഞ്ഞ 1 രൂപയുടെ നോട്ട്, 5 രൂപയുടെ നോട്ട് കുണ്ടികയിൽ ഇട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാന്ന് വിചാരിക്കരുത്. അത് ചെയ്യരുത്. അതിനെ നേരിടുക എന്നാണ് പറയുന്നത്. അഭിതിഷ്ഠ പൃതന്യത. ഈ കല്ലുപോലെ നീ ഉറച്ചവനായിരുന്നിട്ട് ജീവിതത്തില് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോ, സന്ദർഭങ്ങൾ വരുമ്പോ ചിലപ്പോ വഴി കാണിക്കേണ്ട ആൾ തന്നെ ചിലപ്പോൾ തെറ്റായ വഴികൾ കാണിച്ചു തരും, ചിലപ്പോൾ ശാസിക്കും, ചിലപ്പോൾ ഉപദ്രവിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അഭിതിഷ്ഠ പൃതന്യത, നേരിടും. സഹസ്വപൃതനായത. ഇതാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീരുദ്രമന്ത്രത്തിന് മാത്രമൊന്നുമല്ല, എല്ലാ മന്ത്രങ്ങൾക്കും ഒരുപാട് ഫലമുണ്ട്. ഫലം ഇല്ലെന്നല്ല പറയുന്നത്. ജ്യോതിഷം പോലെയാണ്. ജ്യോതിഷം ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ജ്യോതിഷത്തിന് മാത്രം ആശ്രയിച്ച് നാളെ എന്ത് ചെയ്യണം, നാളെ വിളിച്ചായാൽ എനിക്ക് എന്തായാലും നാളെ നേരെയാവില്ല എന്നാണെങ്കിൽ പിന്നെ ഞാൻ ഒന്നും ചെയ്യണ്ടല്ലോ വിചാരിച്ച് വെറുതെ ഇരിക്കുന്നത്, അത് വങ്കത്തരല്ലേ? ജ്യോതിഷം ശാസ്ത്രമാണ്. പക്ഷെ അതുപോലെ ഈ ഫലങ്ങളൊക്കെ, ഭൗതികമായിട്ടുള്ള ഫലങ്ങളൊക്കെ, മഹാമന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശാസ്ത്രമാണ്, അല്ലെന്നില്ല. പക്ഷെ നമ്മൾ അതിൽ എന്തിനാ ശ്രദ്ധിക്കുന്നത്? അതിനപ്പുറമുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പരമ്പര നമ്മളോട് പറയുന്നത് കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാവുക. പിന്നെ എന്താ വേണ്ടത്? നമ്മൾ നമ്മളെ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞാലോ വല്ലാത്ത സമാധാനം കിട്ടും. ആർക്ക്? നമുക്ക് മാത്രമല്ല. എന്താണ്? ഗ്രാമേ അസ്മിൻ അനാതുരം. ശ്രീരുദ്രൻ പറയാണ്, ഗ്രാമേ അസ്മിൻ അനാതുരം. ചതുർദ്രീ മഹാന്ത്രത്തെ ശരിക്കും അർത്ഥം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജപിക്കുന്ന ആൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ എല്ലാവരും സമാധാനമായി ജീവിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഈ ഒരു തിരിച്ചറിവ്? അപരിമിതമായ ശക്തിയുള്ള ഈ ചൈതന്യം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം, അതിന്റെ ഭാഗമാണ് നമ്മള്. അതിന്റെ ഭാഗമാണ് നമ്മളെന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാണെന്ന് മാത്രം മനസ്സിലാക്കുക, ഞാനാണത് എന്ന് മനസ്സിലാക്കരുത്. അപ്പൊ പ്രശ്നവും. പിന്നെയോ അതിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സ്ഥലത്തും നമിച്ചുകൊണ്ടിരിക്കണം, കീഴടങ്ങിക്കൊണ്ടിരിക്കുക. ഈ കീഴടങ്ങുക എന്നുള്ളത് വല്ലാത്തൊരു ഇതാണ്. നമ്മളതിന് വഴങ്ങി കൊടുത്താൽ നമ്മളല്ല ആത്യന്തികമായിട്ട് വണങ്ങുന്നത്. ആരെയാണോ നമ്മൾ വണങ്ങുന്നത്, ആർക്കാണോ വഴങ്ങുന്നത്, അവരാണ് വണങ്ങുകയും ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ ലളിതമായിട്ടുള്ള പ്രകൃതി രഹസ്യമാണത്. ഈ രഹസ്യത്തെ പേർത്തും നമ്മളുടെ പാരമ്പര്യത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ പ്രയോജനങ്ങളെല്ലാം അവാന്തര പ്രയോജനങ്ങള്, വളരെ സഹിക്കാൻ പറ്റാത്ത വേദനയുള്ളവര്, തീരെ ഒരു രക്ഷയുമില്ല എന്ന് വിചാരിക്കുന്ന സന്ദർഭങ്ങളിൽ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അത് കിട്ടുകയും ചെയ്യും. പക്ഷെ അതിൽ നിൽക്കരുത്. അതിലും കവിഞ്ഞ് അപ്പുറത്തുള്ള ഒരു സാധനം അത് തന്നെയാ മുഴുവനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് രുദ്രോപനിഷത്ത് എന്ന് ഭട്ടഭാസ്കരൻ എന്തിനും വിളിക്കുന്നത്. ഇതൊരു ഉപനിഷത്താണ്. അപ്പൊ ഇത് വേണ്ട തരത്തില് കൈകാര്യം ചെയ്യുകയും വേണം, വേണ്ട തരത്തിൽ ജപിക്കുകയും വേണം. അതേസമയത്ത് ഇതിന്റെ ഭൗതികമായിട്ടുള്ള അവാന്തര സുഖങ്ങളൊക്കെ ഇത് വെറും അവാന്തര പ്രയോജനങ്ങളാണെന്ന് മനസ്സിലാക്കി മുഖ്യ പ്രയോജനം നമ്മള് ഭഗവാന്റെ ഭാഗമാണ്. ആചാര്യസ്വാമികൾ പറഞ്ഞ പോലെ ഒരിക്കലും തിരമാല തിരമാലയുടേതാവില്ല സമുദ്രം, തിരമാലയുടേതല്ല കടലിൻ്റെതാണ് തിരമാല. അതായത് ഞാൻ ഈശ്വരൻ തന്നെയാണ്, എല്ലായിടത്തും വിളങ്ങുന്ന ചൈതന്യം തന്നെയാണ് ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ ഞാനാണ് ചൈതന്യം എന്ന് വിചാരിച്ചാൽ പ്രശ്നമാവും. അങ്ങനെയല്ല, ആ ചൈതന്യത്തിന്റെ ഭാഗമാണ് ഞാൻ. ആ ചൈതന്യത്തിന്റെ ഭാഗമായി ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ പലതും, ഇപ്പൊ നമുക്ക് ഒരു ഭരണകൂടം, ഒരു സാമൂഹ്യക്രമം, പ്രപഞ്ചം, ഏതെടുത്താലും ശരി, മൈക്രോ കോസ്മിക് ആയിട്ടും മാക്രോ കോസ്മിക് ആയിട്ടും, അതുപോലെ ഒരു സോഷ്യൽ ഓർഡർ ആയിട്ടായാലും ഒരു ലീഗൽ ഓർഡർ ആയിട്ടായാലും, ഒരു രാഷ്ട്രം ഒക്കെ വരുമ്പോൾ അങ്ങനെ അതിന് വഴങ്ങി നിൽക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ആത്യന്തികമായ പ്രയോജനം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടും കൂടി പൊരുത്തപ്പെടുമെന്ന് സംശയം വരും. വേണ്ട തരത്തിൽ അധികാരി തന്നെ ചെയ്യണം എന്നും പറയുന്നു, എല്ലാം ഒന്നാണെന്നും പറയുന്നു. അങ്ങനെയാണല്ലോ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ അങ്ങനെയാണ്. വൈവിധ്യത്തിലാണ് ഏകത. ഇപ്പോ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് നമ്മൾ പറയും, ശരിയാണ്. പക്ഷെ രാഷ്ട്രത്തിനോ ലോകത്തിനോ തന്നെ വിധ്വംസനം
വരുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദിയും ഒരു രാഷ്ട്രത്തിന്റെ ഭരണകൂടം അംഗീകരിച്ചിരിക്കുന്ന നിയമസംഹിത അതിലൂടെ തെരഞ്ഞെടുത്തോ അല്ലാതെയോ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രത്തലവൻ, ഇവർ രണ്ടുപേരും മനുഷ്യനാണ്. അപ്പൊ മാനവിക മൂല്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെ ഒരേപോലെ നമ്മൾ കണക്കാക്കില്ല. മനുഷ്യത്വപരമായ ചില തീർപ്പ് കൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഇയാൾ മനുഷ്യനല്ലേ എന്ന് പറയാം. പക്ഷെ രണ്ടുപേരും ഒരുപോലെയല്ല. രാഷ്ട്രത്തലവൻ നീതിപൂർവകമായിട്ടുള്ള ന്യായപൂർവകമായിട്ടുള്ള ഭരണസംഹിതയോ മറ്റോ ഒരു അധികാരം വെച്ചു കൊടുത്തിരിക്കുന്ന രാഷ്ട്രത്തലവനും വിധ്വംസന പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനും ഭീകരവാദി രണ്ടാളും ഒരാളല്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മളുടെ പാരമ്പര്യത്തില് ഭേദാഭേദം എന്നൊക്കെ പറയും. വൈവിധ്യത്തില് ഏകത കാണുക, ഇതാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെയും ശതദ്രിയ മന്ത്രത്തിന്റെയും ആത്യന്തിക ലക്ഷ്യമായിട്ട് ഞാനിതാണ് പറയുക. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ അവാന്തര പ്രയോജനങ്ങളിൽ നിന്നും ഇല്ലാതാവുന്നുമില്ല, ഒരിക്കലും ഇതുണ്ട്. പക്ഷെ അതൊരു പടി മാത്രമാണ്. അതിനപ്പുറം ചെല്ലണമെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശതദ്രി മന്ത്രത്തിനും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. 2-3 മിനിറ്റ് കൂടുതൽ അടുത്തിട്ട് പോകും. ഭൂമൻ കായേന വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയി അസൗ അർപ്പയാമി ജാത്യാപി ഇഹ ശ്വപാകഃ ത്വയി നിഹിത മനഃകർമ്മവാഗിന്ദ്രിയാർത്ഥ പ്രാണഃ വിശ്വം പുരീതേ നതോ വിമുഖമനാഃ ത്വത്പദാദ് വിപ്രപര്യഃ. നമസ്കാരം. 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 ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഈ അനുവാകത്തിനും മന്ത്രങ്ങൾക്കും വേറെ വേറെ ഋഷിചന്ദോ ദേവതകളും ധ്യാനശ്ലോകങ്ങളും ഉണ്ടോ? എങ്ങനെയാ? ഉണ്ട്. അതായത് ഒന്നാമത്തെ അനുവാകത്തില് ഓരോ മന്ത്രത്തിലും വെവ്വേറെ ഋഷിചന്ദോ ദേവതകളും ധ്യാന ശ്ലോകമുണ്ട്. രണ്ടാമത്തെ അനുവാകം മുതൽ 10ാമത്തെ അനുവാകം വരെ, 9ാമത്തെ അനുവാകം വരെ ഓരോ അനുവാകത്തിനും ഋഷിചന്ദോ ദേവതകളും ധ്യാന ശ്ലോകമുണ്ട്. 10ഉം 11ഉം അനുവാകത്തില് ഓരോ മന്ത്രത്തിനും, അതായത് അറിയല്ലോ 1, 10, 11 ഈ 3 അനുവാകങ്ങളിലും ഋക്കുകളാണ്, മറ്റതൊക്കെ യജുസ്സുകളാണ്. അപ്പൊ 1, 10, 11 ഈ 3 അനുഭാഗങ്ങളിലും ഓരോ മന്ത്രത്തിനും ഇതെല്ലാം ഭട്ടഭാസ്കരൻ കൊടുത്തിട്ടുള്ളതാണ്. എന്റെ രാജലക്ഷ്മി വ്യാഖ്യാനത്തിൽ ഓരോ മന്ത്രം ചൊല്ലിയാലും കിട്ടുന്ന ഫലവും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെറുതെ എഴുതി വെച്ചൊന്നുമല്ല, ഭട്ടഭാസ്കരൻ പറഞ്ഞതിന് ഞാൻ ചേർത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഉണ്ട്. പക്ഷെ ഇത് നമ്മുടെ ഇവിടെ പ്രായോഗികമായിട്ടൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ. ഇല്ല. പ്രായോഗിക നാട്ടു നടപ്പിൽ പലതും ലുപ്തായിരിക്കും. അതായത് നമ്മളുടെ ഒരു ബൃഹത് പാരമ്പര്യത്തില് ഓരോ പ്രദേശത്തിലും ഓരോ പ്രാന്തത്തിലും ഓരോ റീജിയനിലും ചില കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കും, ചിലത് ലുപ്താവും. അങ്ങനെ ചിലതൊക്കെ ലുപ്തായിട്ടുണ്ടാവും, ചിലത് ഇതൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ വളരെ ലൈവായിട്ട് ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഭട്ടഭാസ്കരൻ പറയുന്നത്. ഭട്ടഭാസ്കരൻ വെറുതെ പറയില്ല. അദ്ദേഹം സർവപഥീനം എന്നാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിന് വിളിക്കുന്നത്. എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുന്നതെന്നാണ്. എല്ലാ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും വേണ്ട തരത്തിൽ എഴുതി പോകുന്നു. നടപ്പിലില്ല, ഇവിടെ നടപ്പിലൊന്നും ഇല്ല. അത് ഇവിടെ മറ്റേ ന്യാസങ്ങളും പതിവില്ല. അതെ, സാധാരണ മറ്റേ 3ാമത്തെ ചമകം നിൽക്കി തുടങ്ങി പിന്നെ അങ്ങോട്ട് 11 പിന്നെ പക്ഷെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഏതെങ്കിലും കാലത്ത് പഴയ കാലത്തൊക്കെ ഉണ്ടാവും. ഇപ്പൊ കേരളത്തില് തൈത്തിരീയ ബ്രാഹ്മണൻ ചൊല്ലാൻ ആളില്ല, തീരെ ഇല്ലാതായിരിക്കാണ്. ഇപ്പൊ പന്തൽ ദാമോദരനും പിന്നെ ആ കേശവനും അദ്ദേഹത്തിന്റെ ശിഷ്യനും എന്താ പറയാ മറ്റേ നാരാസ ഋഗ്വേദിയാണല്ലോ. തൈത്തിരീയത്തിന് ബ്രാഹ്മണൻ ചൊല്ലാൻ ആളില്ല.
ഋഗ്വേദത്തില് പന്ത്രണ്ടാമതിരൊന്നും അതെ കൗശീതകം ചൊല്ലാൻ ആളില്ല. അപ്പൊ അതുകൊണ്ട് നമ്പൂതിരിമാർക്ക് ബ്രാഹ്മണൻ അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഇപ്പൊ ലോപിച്ചതാണ്. അതുപോലെ ഇത് ലോപിച്ചതാവാം, അല്ലെങ്കിൽ ഇടക്കാലത്ത് വന്നു കയറിയതുമാവാം. അത് നമ്മൾ ഇതെല്ലാം ശരിക്ക് ഒരു അക്കാഡമിക് സെൻസോടുകൂടി, അത് ഞാൻ പറയാമെന്ന് വിചാരിച്ചു വിട്ടുപോയി, ഇപ്പൊ പറയാം. ഏതായാലും നമ്മൾ അക്കാഡമിക് സെൻസോടും കൂടി കാര്യങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തുവരും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മറ്റു മതസ്ഥരും അതുപോലെ നമ്മളെ വിരുദ്ധ അഭിപ്രായമുള്ളവര് നമ്മളെ വേഗം പാട്ടിലാക്കും. അപ്പൊ ഈ രുദ്രനും ശിവനും ഒന്നാണോ, ഇത് രണ്ടും ഒന്നാണോ, അങ്ങനെയൊക്കെ ചർച്ചകളുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയണം. അത് സൈക്കോളജിക്കലായിട്ട് നമ്മളെ വീക്കൻ ചെയ്ത് കളയും വിരുദ്ധാഭിപ്രായങ്ങളുള്ളവർ. അപ്പൊ കാര്യങ്ങൾ നന്നായിട്ട് അറിയണം. അക്കാഡമിക് ആയിട്ട് ഇന്റലക്ച്വൽ ആയിട്ട് നന്നായിട്ട് അറിയുകയും വേണം. പക്ഷെ ഇന്റലക്ച്വൽ ആയിട്ടല്ല നമ്മൾ പാരമ്പര്യത്തെയും ഇതുമാതിരിയുള്ള എല്ലാ മന്ത്രങ്ങളെയും അറിവുകളെയും സമീപിക്കേണ്ടത്. അത് ഹൃദയത്തിന്റെ ഭാഷയിലാണ് സമീപിക്കേണ്ടത്. അപ്പൊ എല്ലാ പ്രാന്തങ്ങളിലും എല്ലാ കാലങ്ങളിലുമുള്ള സമ്പ്രദായങ്ങളെയും ധാരകളെയും നമ്മൾ അറിയണം. ഒന്നിനെയും അവമതിക്കരുത്. നമസ്കാരം ഏട്ടാ. ഈ രാജലക്ഷ്മി വ്യാഖ്യാനം ഇപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആണോ? ഉണ്ട്. കോഴിക്കോട് ഗംഗാ ബുക്സാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമസ്കാരം. ഒരു സംശയം ഉണ്ടായിരുന്നു. എങ്ങനെയുള്ളവരാണ് ഈ ശ്രീരുദ്രൻ ചെല്ലേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ അത് ക്ലിയർ ആയി പറഞ്ഞില്ല. ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് ജപിക്കേണ്ടത്? അത് അത്രേ ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോ ഒരു ചോദ്യം വരുമ്പോ, ഈ നമ്മൾ പൊതുവേദിയിൽ ഒരു ചോദ്യം വരുമ്പോ പലരുമാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ പല ലെവലിലുള്ളവർക്ക് പല ഉത്തരമാണുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ടും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുമുണ്ട് ആരാണ് ഇതിന് അധികാരി എന്നുള്ളത്. ഇത്രയേ ഇപ്പൊ പറയുന്നുള്ളൂ. വേണമെങ്കിൽ എന്റെ അഭിപ്രായം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം, ഫോണിലൂടെയോ ഒക്കെ സമീപിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയാതിരുന്നിട്ടില്ല. പക്ഷെ അത് ഒരു പൊതിഞ്ഞു പറച്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാരണം ഇതാണ്, കഴിഞ്ഞ ദിവസം അദ്ദേഹം ചോദിച്ച പോലെ ചില ചോദ്യങ്ങൾക്ക് പല തട്ടിലുള്ള ആളുകളോട് നമ്മൾ ഒറ്റയ്ക്ക് ഏകരൂപത്തിൽ ഏകശിലാമുഖമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞാൽ പലരും അത് പല തരത്തിൽ മനസ്സിലാക്കാൻ തെറ്റിദ്ധാരണ ഉണ്ടാവാനും വഴിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കിട്ടിയിട്ടുണ്ടാവും, എന്റെ മനസ്സ് ഹൃദയം കിട്ടിയിട്ടുണ്ടാവും എന്ന് ധരിക്കുന്നു. ശരി. നമസ്കാരം ഏട്ടാ. ഈ അഹിർബുദ്നി എന്ന് പറയുന്ന ദേവൻ അത് വൈഷ്ണവമാണോ ശൈവമാണോ? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ ചുരുക്കത്തിൽ? അഹിർബുദ്നിയൻ എന്ന് പറയുന്നത് പാത്രത്തിന്റെ ഏറ്റവും താഴെയുള്ള ഒരു അഹി എന്നാണ് ശബ്ദത്തിന്റെ അർത്ഥം. ഇത് ശൈവമാണോ വൈഷ്ണവമാണോ എന്നുള്ള ചിന്ത അപ്രസക്തമാണ്. ഇപ്പൊ ഈ നിലയ്ക്ക് നമ്മളുടെ ഇത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ചിന്തിക്കേണ്ടതാണ്. ശൈവം വൈഷ്ണവം എന്നൊക്കെ പറയുമ്പോൾ ഒഴുക്കം മട്ടില് ഈ ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം അല്ലാതെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ, ഒരു ചരിത്രപരമായി നോക്കുമ്പോൾ ഇന്ത്യയില് മഹാദേവൻ എന്ന ഒരു ഭാവത്തില്, ശിവൻ എന്ന ഭാവത്തിലും ഉള്ള ആരാധനയാണ് വളരെ പഴക്കമുള്ളത്. പിന്നീടാണ് യജ്ഞത്തില് ഉള്ള യജ്ഞവൈ വിഷ്ണു എന്ന് വൈഷ്ണവമായിട്ടുള്ള ധാര വന്നിട്ടുള്ളതാണ് ചരിത്രപരമായിട്ട്. പക്ഷെ ഇതിനൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്, ഒരുപാട് അടരുകളുണ്ട്. ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമല്ല. അപ്പൊ ഇതിന് ഞാൻ നേരിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ബുക്കിലുണ്ടോ ഇപ്പൊ പറഞ്ഞ അങ്ങ് എഴുതിയ പുസ്തകത്തിനകത്ത്? ഇല്ല, അഹിർബുദ്ധി എന്നുള്ളത് ചന്ദ്രദ്രിയത്തിൽ വരുന്നില്ലല്ലോ. ഏകാദശ രുദ്രന്മാരിനകത്ത് ഈ അഹിർബുദ്ധിനി ഇല്ല. ഏകാദശ രുദ്രന്മാർ എന്നുള്ള സങ്കല്പമൊന്നും ശതരുദ്രിയത്തിൽ വരുന്നില്ലല്ലോ. നമ്മൾ പറയും മഹാദേവ ശിവോ രുദ്രശങ്കരോ നീലലോഹിത ഈശാനോ വിജയോ ഭീമഹ ദേവദേവോ ഭവദ്ഭവ എന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ മറ്റു സ്രോതസ്സുകളിൽ നിന്നും എടുത്തിട്ട് പറയണം. നമ്മൾ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. അത് കൂട്ടിക്കുഴയ്ക്കാൻ വൈദഗ്ധ്യമുള്ളവർക്ക് കൂട്ടിക്കുഴയ്ക്കാം, അല്ലാത്തവർക്ക് കൺഫ്യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ദ്രിയത്തിൽ അഹിർബുദ്ധിയൻ എന്നുള്ള പദം ഇല്ല. പക്ഷെ വേദത്തിൽ അന്യത്ര ധാരാളമായിട്ടുണ്ട്. അഹിഹി ബുദ്ധിയ. ബുദ്ധനം എന്ന് പറഞ്ഞാൽ പാത്രത്തിന്റെ ഏറ്റവും താഴെയുള്ള സ്ഥലം. ബുദ്ധിയൻ എന്ന് വെച്ചാൽ അവിടെയുള്ള ആള്. അഹി എന്ന് വെച്ചാൽ പാമ്പ്. ഇപ്പൊ ഉത്തരക്കാദി നാളിന്റെ ദേവത അഹിർബുദ്ധിയനാണ്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അഹിർബുദ്ധിയൻ വരുന്നുണ്ട്.
ആര് ശൈവനാണോ വൈഷ്ണവനാണോ എന്നുള്ള ചർച്ചയ്ക്ക് ഞാൻ ഇപ്പൊ മുതിരുന്നില്ല. ഓക്കെ, താങ്ക് യു, നമസ്കാരം. സംശയിച്ചോളൂ. രുദ്രൻ ജപിക്കുമ്പോ ശഞ്ചമ എന്നുള്ള ആ ഓത്ത് തുടക്കവും അവസാനവും ജപിക്കാൻ എന്തായാലും കാരണം? അത് സമ്പ്രദായത്തിൽ അങ്ങനെ പറഞ്ഞു വരുന്നു, അത്രയേ ഉള്ളൂ. അതിന് ഒരു പ്രാധാന്യമുണ്ട് ആ അനുവാകത്തിന്. ശഞ്ചമയ മേഷ്ടം എന്നുള്ളത് അതില് ഷം മയഹ എന്നൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ. ഭൗതികവും ആന്തരവുമായിട്ടുള്ള സുഖം ഉണ്ടാവട്ടെ എന്നാണ് അത്. അപ്പൊ അതുകൊണ്ട് അതിന് പ്രാധാന്യം, പലതരത്തിലും പ്രാധാന്യം ഉണ്ടാവാം. ഈ അനുവാകങ്ങളിൽ പലതിലും പലതാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നോക്കുമ്പോ മാനസികമായിട്ടുള്ള സൗഖ്യവും അതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. ഷം മയഹ പ്രിയം അനുകാമഹ കാമഹ സൗമനസഹ ഭദ്രം ശ്രേയഹ വസ്യഹ യശഃ ഭഗഃ ദ്രവിണം അന്തരീക്ഷം എന്നൊക്കെയാണല്ലോ തോന്നുന്നത്. അപ്പൊ ഇതില് മനസ്സിന് സമാധാനം തരുന്ന ഒരുപാട് പദങ്ങൾ വരുന്നതുകൊണ്ട് ചിലപ്പോ അത് ശ്രീരുദ്രം തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു അനുവാകം ചൊല്ലാറുണ്ട്. പിന്നെ ചമകത്തിന്റെ ഭാഗമായിട്ടും ചൊല്ലും. അതൊരു സമ്പ്രദായമാണ്, നടപ്പാണ്, അത്രേ ഉള്ളൂ. നമസ്കാരം. ആചാര്യ, ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ രുദ്രൻ വെറുതെ യൂട്യൂബിലിട്ട് കേൾക്കാറുണ്ട്. അപ്പം അപ്പൊ സ്വരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഉച്ചാരണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കേൾക്കുന്നോണ്ട് ഏതായിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ളതും കൂടെ കേൾക്കൽ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഖണ്ഡിതമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് വളരെ ശക്തിയുള്ള കാര്യങ്ങളൊക്കെ ആവുമ്പോൾ, വളരെ അവധാനതയോടുകൂടി സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യങ്ങളാവുമ്പോൾ, അത് നന്നായിട്ട് മനസ്സിലാക്കിയവര്, നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ കെൽപ്പുള്ളവര്, അവരുടെ അടുത്ത് പോയിട്ട് അത് വേണ്ട തരത്തിൽ മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. എന്തിനാ ഇങ്ങനെ പരക്കം പായുന്ന ഓടിപ്പോയി? ഇന്നലെ നമ്മൾ ചൊല്ലാതിരുന്ന ആളും ചൊല്ലിയത് കൊണ്ട് ആളും തമ്മിൽ വലിയ വ്യത്യാസമില്ല. മനസ്സിലാണ് വ്യത്യാസം വരേണ്ടത്. ഇത് പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിന് അത്രയും കൃത്യമായിട്ട് ഇതിന് ശഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശഠിക്കണം. അങ്ങനെയാണ്. വലയത്തിലൂടെ ചാടുക, വലയമില്ലാതെ ചാടാൻ വേണ്ടിയിട്ട് വലയത്തിലൂടെ ചാടുക, വലയമില്ലാതെ ചാടാൻ പഠിച്ച ശേഷവും വലയത്തിലൂടെ തന്നെ ചാടിക്കൊണ്ടിരിക്കുക. ഇതാണ് ഭാരത പാരമ്പര്യം. അപ്പൊ ഇതുകൊണ്ട് നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ പാരമ്പര്യം, അത് കണിശമായിട്ട് അനുസരിക്കുകയും അതിനപ്പുറത്തേക്ക് ചെല്ലാൻ നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും തയ്യാറെടുക്കുകയും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ യൂട്യൂബിലൂടെ വേദമന്ത്രങ്ങൾ കേൾക്കുന്നതും ഇതുപോലെ തന്നെയാണോ? ശരിയാണോ? അതോ? എന്റെ അഭിപ്രായത്തിൽ അത് വേദമന്ത്രം ആവില്ല. ഇപ്പോ മലയാളത്തിൽ പോലും പരദേശത്തൊക്കെ ഒരുപാട് പേര് വേദമന്ത്രങ്ങൾ യൂട്യൂബിലൂടെയും സ്കൈപ്പിലൂടെയും ഓൺലൈനിലൂടെയൊക്കെ ചൊല്ലുന്നുണ്ട്. പാരമ്പര്യം അത് സമ്മതിക്കുന്നില്ല. കാരണം അത് വേണ്ട തരത്തിലാവില്ല എന്നുള്ളത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് പാരമ്പര്യമായിട്ട് നിഷ്കർഷയായിട്ട് ഓത്ത് ചൊല്ലിയിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കൂ, രഹസ്യത്തിൽ ചോദിച്ചു നോക്കൂ, പറഞ്ഞുതരും. നാമജപം കേൾക്കാമല്ലോ അല്ലെ? സഹസ്രനാമൊക്കെ കേൾക്കാം. അതുകൊണ്ട് എന്താ ഒരു കുഴപ്പമില്ല. എന്തിനാ കേൾക്കാൻ പോകുന്നത്? നമുക്ക് ചൊല്ലിക്കൂടെ? എന്തിനാ യൂട്യൂബിനെ ആശ്രയിക്കുന്നത്? അല്ല, ചൊല്ലാറുണ്ട്. ഓരോരുത്തരിങ്ങനെ ആവശ്യമില്ലല്ലോ. നമ്മളോട് സംസാരിക്കാനും ദൈവത്തോട് സംസാരിക്കാനും ഇടനിലക്കാരന് ആവശ്യമില്ലല്ലോ. ഇല്ല. അല്ല, ആളുകൾ ഇങ്ങനെ കേൾക്കുന്നു. ഇപ്പൊ വേദം കേൾക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആളുകളെ. ഞാൻ കേൾക്കാറില്ല. ഇത് കേട്ടോട്ടെ. എന്റെ അടുത്ത് ചോദിച്ചാൽ അത് കേട്ടത് വേദമാവില്ല എന്നാണ് ഞാൻ പറയുക. ശരി. കേൾക്കുന്നവർ കേട്ടോട്ടെ. ഓക്കെ, താങ്ക് യു. എന്താണ് സംഘാടകരിൽ ആരെങ്കിലും ഇത് ചോദ്യോത്തര വേള കഴിഞ്ഞോ? ഇനിയുണ്ടോ? ആരാണ് PVSRCയുടെ ഭാഗത്തുനിന്നും? നമസ്കാരം. അല്പം ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് കരുതുന്നു. ഏതായാലും ശ്രീരുദ്രത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി ക്ലാസ് ഉണ്ടാവോ ഇതിനെ കുറിച്ച്? ഇങ്ങനെയായിരുന്നു. ഇല്ലല്ലോ, ഈ 2 ക്ലാസ് പറഞ്ഞത് ഞാൻ അവസാനിപ്പിച്ചു. ഏതായാലും അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടി ചെലവഴിച്ചതിൽ TVSRCയുടെ പേരിലും ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നന്ദി അറിയിക്കുന്നു. നന്ദി. നമസ്കാരം. നമസ്കാരം.